ശൈലേഷ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടേ, ബ്രേക്ക് കിട്ടുമ്പോൾ കഴിക്കണേ. ആ ഓക്കെ ഓക്കെ. 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, മുഴുവൻ കുടിക്കണം. ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഓർമ്മയില്ലല്ലേ? മൂത്രത്തിൽ കല്ല് വന്നാലറില്ലേ, അപ്പൊ ഓർമ്മ വരും. എന്റെ കാവ്യ, നീ എന്റെ ഫോക്കസ് കളയല്ലേ. ഇന്റർനാഷണൽ ക്ലയൻസ് ആയിട്ടുള്ള ഡീലിംഗ്സ് ആണ് ഇവിടെ. നിന്റെ നേഴ്സറി പിള്ളേരെ പഠിപ്പിക്കണ പോലെ ഒന്നല്ല. ഇതെന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. വല്ല മതമ്മമാരാണോ അപ്പുറത്ത്? എന്റെ കാവ്യേ, ഒരു സൈഡിൽ 10 മതമ്മമാരും ഒരു സൈഡിൽ നീ നിൽക്കുകയാണെങ്കിൽ അപ്പോഴീ ശൈലേഷ് ഏട്ടൻ നിന്റെ അടുത്തേക്കല്ലേ വരൂ. കാവ്യേ, ശൈലേഷ് ഏട്ടൻ ഇസ് എ വൺ വുമൺ മാനാ. ഡയലോഗിന് പണ്ടേ ഒരു കുറവില്ല. ഞാൻ പോവാ, ഈവനിങ് കാണാം. ഓക്കെ ഡിയർ, സൂക്ഷിച്ചു പോണേ. അതെ ശൈലേഷേ, പുറത്തൊരു വലിയ വണ്ടി വന്നിട്ടുണ്ടല്ലോ. അതിനെന്താ? പുതിയ താമസക്കാരാന്നാ തോന്നണേ. സോ വാട്ട്? വലിയ ടീംസാന്ന് തോന്നുന്നു. ഡോണ്ട് കെയർ കാവ്യ. ഒരു പെണ്ണുണ്ട്. പെണ്ണോ? പെണ്ണോ? അതിനിപ്പോ എന്താ? പെണ്ണോ? ലജ്ജാവതി നിന്റെ വീട്ടുകാര്, അതും ഒരു പെൺകുട്ടി. ഈശ്വര, ഇതെന്താ ഗൗതം വാസുദേവൻ പടോ? വാവ്, ബ്യൂട്ടിഫുൾ. തിരി തിരി തിരി, ഒന്ന് തിരി തിരി. തിരിഞ്ഞില്ല. സിനിമയിലാണെങ്കിൽ ഇപ്പൊ തിരിഞ്ഞാല്. കുട്ടേട്ട മുട്ടണം മുന്നേ നമ്മൾ പോയി മുട്ടണം. ആദ്യം മുട്ടുന്ന ആള് സ്പെഷ്യൽ ആണല്ലോ. എങ്ങനെ മുട്ടാം മാഡം? അത് ഭയങ്കര ഫോർമലാവും. ഹായ് സിസ്റ്റർ. സിസ്റ്ററിന് വിളിക്കാൻ അവളെന്ന് കന്യാസ്ത്രീയാ. ശേ. ഹായ് ഡിയർ. കുഴപ്പമില്ല, കോഴിയായി പോ. നമ്മുടെ കോഴിത്തരം അവളെ കാണിക്കണ്ട. എന്ത് ചെയ്യും? പണ്ടാരം മലയാളത്തിൽ പെൺകുട്ടികളെ അഭിസംബോധന ചെയ്യാൻ ഒരു വാക്ക് പോലും ഇല്ലെന്ന് വെച്ചാ പത്തറ്റിക്. സെറ്റാക്കാം. ഓക്കെ, ഡ്രൈവർ ആയിരിക്കൂല്ലേ? പിന്നെയും ബാക്കോ? വിളിച്ചോ? അയ്യോ ചേട്ടനല്ല, ഇവിടെ ഇവിടെ. നീ എന്തെവിടെ? നീ എന്താ ഇങ്ങോട്ട് ഇട്ടെടുത്തത്? നീ എന്താ ഇവിടെ? ഇതെന്റെ വീടാ. നീ എന്തെവിടെ? ഇതെന്റെ വീടാ. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ ബാഗ് അല്ല, നിന്നെ കണ്ടപ്പോഴേ ഡൗട്ട് അടിച്ചതാ. നിന്നോട് ആര് പറഞ്ഞ എന്റെ ബാഗ് ഒളിഞ്ഞു നോക്കാൻ? സ്വന്തമായിട്ട് ഒരു കെട്ടിയോളക്കില്ലേ? ഇനിയെങ്കിലും നന്നായിക്കൂടെ? അവൾ ജോലിക്ക് പോയി. പണ്ട് കല്യാണം കഴിഞ്ഞാല് ജോലിക്കൊന്നും വിടാതെ വീട്ടില് രാജ്യായിട്ട് വാഴിക്കാന്ന് പറഞ്ഞ ഒരു എക്സ് എനിക്കുണ്ടായിരുന്നു. അവനക്കിപ്പ എവിടാണോ എന്തോ. എനിക്കുണ്ടായിരുന്നൊരു കാമുകി, UK PR ഒക്കെ എടുത്ത് അവിടെ സെറ്റിൽ ആവുന്ന പറഞ്ഞൊരു കാമുകി. ഇപ്പൊ അവള് അമ്മ വല്ലം തരണേ എന്ന് പറഞ്ഞ് വല്ല വാടക വീട് തപ്പി നടക്കണ്ടാവും. പാവം. ഇതെന്റെ വാടക വീടല്ല, എന്റെ സ്വന്തം വീടാ. ആരോട് വെച്ചിട്ട്? എടി, നീ എന്റെ കുടുംബം കളിക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ച കെട്ടി ഇറങ്ങിലടി. ചേട്ടാ, വണ്ടി എടുത്തോ, എല്ലാം തിരിച്ചു പാക്ക് ചെയ്തോ. ഇവിടെ ഈ പഞ്ചായത്തിൽ ഈ പരിസരത്ത് കണ്ടുപോരുത്. ചേട്ടാ, ഈ കോമാളി എങ്ങനെ പലതും പറയും. ചേട്ടൻ കാര്യോ? എടി, ബാങ്ക് എക്സാം എഴുതി നടന്ന നീ എങ്ങനെയാണ് വീഡിയോ മേടിക്കണത്? എടി, നിന്റെ തന്ത സ്വത്ത് ഭാഗം വെച്ചാ? ഇല്ലടാ, ഞാനൊരു കല്യാണം കഴിച്ചു. ബാങ്ക് മാനേജർ, അല്ലാതെ നിന്നെ പോലെ കമ്പ്യൂട്ടറും കുത്തിയിരിക്കുന്നവനല്ല. നീ ആരോട് വെച്ചാൽ കല്യാണം കഴിച്ച? നീ എന്നെ കുറിച്ച് ഓർത്താ? എടാ മൈലേഷേ, നിനക്ക് കല്യാണം കഴിഞ്ഞ് തന്തേ പറയില്ലടാ നീ. അപ്പൊ നീ എന്നെ കുറിച്ച് ഓർത്തോ? ഇല്ലല്ലോ. എനിക്ക് കൊച്ചൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അതെനിക്ക് പണ്ടേ അറിയായിരുന്നു. എന്ത്? ഒന്നുമില്ല. എന്ത്? ഒന്നുമില്ല മോനെ, പോയി അരി വെള്ളത്തിലിട്. നീ ഇങ്ങോട്ട് അതി ഒളിഞ്ഞു നോക്കാതിരുന്നാ മതി. ഞാനിവിടെ വന്നിട്ടുമില്ല, നീ എന്നെ കണ്ടിട്ടുമില്ല. ഓക്കെ, ബൈ. എടി, നിനക്കുള്ള പണിയാ തരുന്നുണ്ടടി. നീ ചേട്ടാ ആരോട് വെച്ചാ വീട് വിറ്റ്? എന്റെ വീട് വെക്കാൻ ഇനിയിപ്പോ നിന്റെ അമ്മതം വേണോ? അല്ല, അങ്ങനെയല്ല. പിന്നെ നീ വാങ്ങുമായിരുന്നോ? ഏതാ പൊട്ട വീട്? അങ്ങനെ അല്ല, അതല്ല കേട്ടോ. ഞങ്ങൾ കുറച്ച് ഫാമിലീസ് മാന്യായിട്ട് താമസിക്കുന്ന സ്ഥലമല്ലേ ഇത്. വന്നവരെന്തായാലും നിന്നേക്കാ മാന്യര, അത് പേടിക്കണ്ട. എനിക്ക് പേടിയുണ്ട്. അതെ, പേടിക്കാൻ? അവിടെ വല്ല പട്ടിവല്ലോ ഉണ്ടോ? ഒരു പട്ടിയുണ്ട്, ഒരു കൂടിയനം. അതെന്റെ കുടുംബത്തെ കറക്കും. എന്റെ കുടുംബത്തെ കയറാണ്ടിരിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും. എടാ, 2 മാസമായിട്ടും വാടക പോലും തരാത്ത നീയാണോ ഈ പറയുന്നേ? ചേട്ടാ, അവള് ലോകൂട്ടായപ്പാണ്. അത് നിനക്കെങ്ങനെ അറിയാം?
അതൊരു ഉടായ്പിനെ മറ്റൊരു ഉടായ്പിനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. തൽക്കാലം ഇപ്പൊ ഇവിടെ ഒരു ഉടായ്പ മതി. എനിക്ക് കണ്ടിട്ട് നല്ല ഒച്ചയായിട്ടാ തോന്നുന്നു. അതെനിക്ക് മനസ്സിലായി. എന്തേ ചേട്ടാ അവൾ ഇന്ന് തന്നെ ഇവിടുന്ന് ബാക്ക് ചെയ്യണം. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? ചേട്ടാ കുടുംബം കുട്ടികളില്ലാതെ ചേട്ടൻ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു കുടുംബത്തിന്റെ വേദന. ഒന്ന് പോയത് തിരിച്ചു വിളിക്കണേ, തിരിച്ചു വിളിക്കണേ, തിരിച്ചു വിളിക്കണേ. നോക്കണം മുട്ടേ. ഹലോ ഹലോ രതീഷേ, ആടാ പറ. നീ അറിഞ്ഞാ? ഇല്ല. എടാ ഇവിടെ മറ്റോള് വന്നിട്ടുണ്ടെന്ന്. ആര്? എടാ അവള്. എടാ ഏവള്? എന്റെ മറ്റേ എക്സ് ആ മിന്നു. ഓയ്യോ, എന്നിട്ട്? എടാ എനിക്ക് അറിയാൻ പാടില്ല. അവളെന്തോ ഉദ്ദേശിച്ചാടാ വന്നേക്കണേ. മിക്കവാറും ഇവിടെ കുടുംബകലഹം ഉണ്ടാവും ഉറപ്പാ. അളിയാ അപ്പൊ നീ എന്ത് ചെയ്യും? എടയ്ക്ക് അറിയാൻ പാടില്ലടാ. എടാ നീ കാവ്യോട് പറഞ്ഞ? അവളോട് പറഞ്ഞിട്ടില്ല. അതങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. ഒന്നാമത് അവൾക്ക് എന്നോട് എന്തോ സംശയമുണ്ട്. ഇനി ഇതും കൂടി അറിഞ്ഞാണ്ടല്ലോ. എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എടാ എന്തെങ്കിലും ഒരു പ്ലാൻ ഞാൻ ഇടാൻ പറ്റും നോക്കാം. അതുവരെ നീ നോക്ക് എന്തെങ്കിലും. എടാ നോക്കട്ടെ. ശരി, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ അളിയാ. അയ്യോ മീറ്റിംഗ്. How many times we called you, Joker? I was in What the? toilet. Why, sir? ഇപ്പൊ ശരി സർ. Get back to work. ശൈലഷേ, എടാ ശൈലഷേ, താങ്ക് യു സർ. മ്യൂട്ട് ചെയ്യ്. പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്റെ ശൈലഷ എന്ത് തങ്കം പോലത്തെ കൊച്ചാ. വർത്താനം പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല. 1/2 മണിക്കൂറാ ഞാനവിടെ നിന്നത്. നീ ഇത് ആരെ പറയണേ? അപ്പുറത്തെ വീട്ടില് പുതുതായിട്ട് വന്നിരിക്കുന്ന കൊച്ചേ മിന്നു. ഡാൻസർ ആണത്രേ. എന്നെ ഡാൻസ് പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? പതുക്കെ പതുക്കെ പഠിക്കാലോ. നീ എന്തിനീ ആവശ്യമില്ലാത്തവരോട് സംസാരിക്കാൻ പോണേ? നീ അല്ലേ പറഞ്ഞ നമുക്ക് ഇവിടെ നല്ലൊരു കൂട്ടില്ലെന്ന്? എന്റെ കാവ്യ അതൊക്കെ ശരിയാണ്. കാവ്യ നമ്മൾ രണ്ടുപേരുടെ ഇപ്പൊ ഒറ്റയ്ക്കുള്ളൂ. കാവ്യ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷൻ ഒക്കെ വരും. ആ സമയത്ത് അവരോട് വരെ അറ്റാക്ക് ചെയ്യേ, ഇവിടെ വന്ന് മോഷ്ടിച്ചു പോവേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? അതാ ഞാൻ പറയണേ. നമ്മൾ ആൾക്കാർ ആളും തരക്കും നോക്കിട്ട് വേണം പെരുമാറാൻ. ഒരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ അവരെ നമ്മളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ കൂടി ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. അപ്പൊ അറിയാലോ ആളും തരമൊക്കെ. കാവ്യ ഞാനൊരു ഇന്റർവ്യൂ കേട്ടോ, നിനക്ക് അറിഞ്ഞൂടെ? എപ്പോ തൊട്ട്? അയ്യടാ പോയി റെഡി ആവുന്നു. Anyone have anything to say, Shailesh? നത്തിങ് സാർ, താങ്ക് യു. Expected. ഇനി എന്തൊക്കെ കണ്ടുവരോ ദൈവമേ. ഹായ് കാവ്യ. ഹായ്. ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ? അതെ ശൈലേഷ്. ഹായ് ശൈലേഷ്. ബാ കേറ്. ആ വാ ശൈലേഷ് ഏട്ടാ. അറേഞ്ച്മെന്റ്സ് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. കണ്ടാ മനസ്സിലാവില്ലേ? അറേഞ്ച്മെന്റ്സ് ഒക്കെ ആവാൻ സമയമുണ്ടല്ലോ. ഹസ്ബൻഡ് എത്തിയില്ലേ? ഓ ഹസ്ബൻഡ് പുള്ളി ബാങ്ക് മാനേജർ ആയതുകൊണ്ടേ അവസാനം ഇറങ്ങാൻ പറ്റുള്ളൂ. വലിയ ഉത്തരവാദിത്തമൊക്കെയുള്ള ജോലിയാണേ. ശരിയാ. ഈ അടുത്ത് കൊച്ചിയിൽ ഏതോ ബാങ്കിൽ തട്ടിപ്പ് നടന്നു വന്നോ, ഏതോ ബാങ്ക് മാനേജർ അറസ്റ്റിലായെന്നൊക്കെ കേട്ടു. നിങ്ങൾ എങ്ങനെയാ സ്ഥലം കണ്ടുപിടിച്ചേ? അതെ, ജിതിന് സിറ്റി ലൈഫ് ഒന്നും ഇഷ്ടല്ല. ഇവിടെ ആകുമ്പോ ഒരു വില്ലേജ് വൈബ് ഒക്കെ ഉണ്ടല്ലോ. ശരിയല്ലേ? ശൈലേഷ് എന്താ ഒന്നും മിണ്ടാത്തേ? മിന്നുന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അച്ഛനമ്മ ചേട്ടൻ. അച്ഛൻ റിട്ടയർ ആയില്ലേ? നിന്നുടെ അച്ഛൻ മാഷാണോ? അതെ മാഷ. ശൈലേഷിനെ എങ്ങനെ അറിയാം? അല്ല, അത് കൊച്ചിന്റെ ഒരു അടക്കൊതുക്കൊക്കെ കാണുമ്പോ നമുക്ക് മനസ്സിലാവൂലോ. ഇതിന്റെ ഒരു പ്രത്യേക കഴിവാട്ടോ. വല്ലാത്ത കഴിവ് തന്നെ. കഴിവേറി. ഞങ്ങളുടെ കല്യാണം ആയപ്പോഴേ എന്റെ ഒരു കസിൻ അവളുടെ ചേട്ടൻ ആർമിയിലാണെന്ന് ഗസ് ചെയ്ത് കളഞ്ഞു. ഇതൊക്കെ അപ്പൊ അതെ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാല്ലേ? അയ്യോ ചായ കുടിക്കാതെയോ? ഇരിക്കി, ജിതിന് ഇപ്പൊ വരും. ഞാൻ ചായ എടുക്കാവേ. ശൈലേഷിനെ കട്ടനല്ലേ? അല്ല, ഈ ടെക്കികളൊക്കെ കമ്പ്യൂട്ടറിൽ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഇടക്കിടക്ക് കട്ടൻ കുടിക്കുമെന്ന് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. കട്ടൻ മതി. ചിതം വന്നിട്ട് മതി. ശരി. മിന്നു ജോബ് ഒന്നും നോക്കുന്നില്ലേ? ഇല്ല. അല്ല, ഇന്നത്തെ കാലത്ത് ജോബ് ഇല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ? എന്തുകൊണ്ടാ നോക്കാത്തെ? നോക്കുന്നുണ്ട്. ബാങ്ക് എക്സാം ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. മിന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞല്ലേ? അപ്പൊ പിന്നെ ആ വഴിക്ക് നോക്കാറുണ്ടല്ലോ. അതെങ്ങനെ അറിയാം? അതിപ്പോ ഈ ജോലി ഇല്ലാതിരിക്കുന്ന ആൾക്കാർ കൂടുതൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കുമല്ലോ. അങ്ങനെ ചില മണ്ടന്മാരുണ്ട് എഞ്ചിനീയറിംഗിന് നേരെ ചൊവ്വ എഴുതാൻ അറിയാൻ പാടില്ല, പക്ഷെ ഉടായ്പ കാണിച്ച് ജോലി വാങ്ങും.
അതെ അങ്ങനെയുണ്ട്. തെണ്ടി. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങാം അല്ലേ? ആ ജിതിൻ വന്നു തോന്നുന്നു. ഇരിക്കേ. മിന്നൂട്ടി ഏത് അല്പൻ എന്താ എത്ര ലേറ്റ് ആയേ? ബാങ്ക് തന്നെ എന്റെ കൈവെള്ളയിലല്ലേ, ലേറ്റ് ആവും. അയ്യോ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നമ്മുടെ നെയ്ബേഴ്സാ. ഇത് ശൈലേഷ്. കൈലാസ്. ശൈലേഷ്. എന്തേലും ആവട്ടെ, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഇത് കാവ്യ. എന്തൊരു ചാടിയാടോ. ചാടിയോ? ആർക്ക്? അപ്പുറത്തെ വീട്ടുകാർക്കേ. എനിക്ക് തോന്നിയില്ലല്ലോ. ആ നിനക്ക് തോന്നില്ല? എന്റെ കാവ്യ, നീ ഇത്ര പാവായി പോയില്ലേ? അവരുടെ പൊങ്ങച്ചം കേട്ടിട്ട് തൊല്ലി ഉരിഞ്ഞു പോയി. നോക്കിയേ. ശ്ശോ. ഒരാത്തിന് അവന് നിന്നുള്ള നോട്ടം ഒട്ടും ശരിയല്ല. ആണോ? അവനെന്നെ അങ്ങനെ നോക്കിയോ? എന്റെ പൊന്നും മിന്നൂട്ടി, അവനെ കണ്ടറിഞ്ഞൂടെ? അവന്റെ ഓഞ്ഞ ചിരിയും കുണിയുള്ള നടത്തവും. തനി കാട്ടുകോഴി. എനിക്ക് തോന്നണേ അവളും അത്രയും വെടിപ്പല്ലാന്നാ. നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? അല്ല അത് പിന്നെ ഞാൻ എന്റെ ചക്കരേനെ നോക്കുമായിരുന്നു. സക്രിയ? സക്കരയല്ല, ചക്കര. ആ പോടുന്നു. ഞാൻ പോവില്ല. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ അവരായിട്ട് വലിയ ഇൻട്രാക്ഷൻ ഒന്നും വേണ്ട. ഡീൽ. ഇനി ഇങ്ങോട്ട് മിണ്ടാൻ വന്നാലും ഞാൻ മിണ്ടില്ല. അതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ആ മോർണിംഗ് മോർണിംഗ്. പത്രം വായിക്കായിരിക്കുമല്ലേ? അല്ല, രാവിലെ തന്നെ പത്രം ഒന്ന് തിന്നാം. ആ കണ്ടിട്ടെന്ന് തോന്നുന്നു. എന്താണ് ഇന്നത്തെ പ്രധാന വാർത്ത? പ്രധാന വാർത്തേ എഞ്ചിനീയറിംഗ് ബിരുദന്മാർക്കിടയിൽ വ്യാജന്മാർ. കാലത്തരം നമുക്ക് കിട്ടാണല്ലോ. ഇന്ന് ഓഫീസൊന്നും ഇല്ലേ? ഒക്ടോബർ 2 സാധാരണ ഓഫീസ് ഉണ്ടാവാറില്ല. ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്കുണ്ടല്ലോ എന്ന്. ഇന്ത്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്കൊന്നുമില്ല. അങ്ങനെയാണല്ലേ? അളിയാ, ഒന്നിങ്ങോട്ട് വന്നേ. വന്നേ. എന്നറിയിക്കൊണ്ട് ഓഫല്ലേ? എന്താ പരിപാടി? എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1 വർഷം. ലവ് ആണോ? ആണെങ്കിൽ അളിയതിനെ മസിൽ പിടിച്ചേക്കണേ. പെണ്ണുമ്പിള്ള മിണ്ടണ്ടെന്ന് വല്ലതും പറഞ്ഞുണ്ടോ? പിന്നെ അവള് പറഞ്ഞാൽ തന്നെ ഞാൻ അനുസരിക്കൂ. നമ്മളോടാ. അളിയന്റെ ലവ് മാരേജ് ആണോ? ആണല്ലേ. അതൊക്കെ പോട്ടെ. ലവ് ലൈഫ് എങ്ങനെ പോണ അളിയാ? ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം. അളിയന്റെയോ? ഞങ്ങളുടെ കൊച്ചല്ല, കൊച്ച് ഞങ്ങളടങ്ങുന്ന വലിയ ലോകം. ഇതെന്റെ കുടുംബം നശിപ്പിക്കും. ജിതിനെ. ഓ എന്റെ കൊച്ചു കുടുംബം. പോടാ. എന്താ അങ്ങോട്ടുണ്ടാക്കാൻ പോയിരുന്നു പറഞ്ഞിട്ടില്ലേ? അവൻ വിളിച്ച എന്താ പറഞ്ഞേ? അത് നമ്മുടെ കൊച്ചു കുടുംബത്തെ പറ്റി പറയാ. ശൈലേഷേ, എല്ലാം വിളമ്പി കൊടുത്തല്ലേ? അപ്പോഴേക്കും അവന്റെ ഭാര്യ വിളിച്ചു. ഓ ഇല്ലെങ്കിൽ വിളമ്പി കൊടുത്തേനെ. അതൊക്കെ ടാക്ടിക്സ് അല്ലേ കാവ്യ? തേങ്ങയാണ്. ഉണ്ടാണ്ടിരുന്നോണ നീ. ഇനി എന്തായാലും അങ്ങോട്ടില്ല, പോരെ? ആ മതി. ശൈലേഷേ, കുട്ടേട്ടാ, എവറാ നിന്നെ പുറത്തേക്കൊന്നും കാണാനില്ലടാ. നിങ്ങളെയും പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. ഓ പുതിയ വീട്ടിലെ പെണ്ണിനെ മണ്ണടിച്ച പറഞ്ഞതായിരിക്കുമല്ലോ. പെണ്ണ അങ്ങോട്ടൊന്ന് കയറി ചെല്ലണ്ട, അവിടെ അവളെ കാണുവാനുണ്ട്. എടാ ഞാൻ അതിനൊന്നുമല്ല. എന്റെ കല്യാണം സെറ്റായി. എപ്പോ? താങ്ക്സ് ടു കേരള മാട്രിമോണി. ദൈവമേ. എന്നടാ? അല്ല, മുകളിൽ കൂടെ വല്ല ഉൽക്ക പോണ്ടോ നോക്കിയതാ. ദേ കാവ്യ, എന്റെ കല്യാണം സെറ്റായി. ഇനി കുട്ടേട്ടൻ കെട്ടിയില്ലല്ലോ എന്ന ചോദ്യം വേണം. ശരിക്കും ദൈവന്റെ പ്രാർത്ഥന കേട്ടു. നീ പ്രാർത്ഥിച്ചാ? അതെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കുട്ടേട്ടന് വേണ്ടി. താങ്ക്സ് മക്കളെ. പറയണ്ടോ നമ്മളെ പറ്റിയാണോ? ഹലോ, പുതിയ താമസക്കാരാണല്ലേ? ആ ഞാൻ കുട്ടൻ, അപ്പുറത്തെ വീട്ടിലെ ജിതിൻ. മിന്നു. ജിതിൻ, മിന്നു. ഞാൻ വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അധികം കമ്പനിയൊന്നും വേണ്ട. മനുഷ്യരല്ലേ കാവ്യേ? ഉഫ്. അതെ, ഞാൻ വന്ന അതിനൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ,
എത്ര കാലം നോമ്പ് പോറ്റിട്ടാണ് എനിക്കൊരു പെണ്ണ് കിട്ടിയെന്ന്. അപ്പൊ എനിക്കൊന്ന് ആഘോഷിക്കണം. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ദേ അപ്പൊ നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ ലഞ്ച്, ചെറിയ സ്മോൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യാം. അത് പൊളിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. രാത്രി പാർട്ടി വെക്കാത്തത് രാത്രി എനിക്ക് എന്റെ കൊച്ചിനെ വിളിക്കണം. വേറെ ആരൊക്കെ ഉണ്ട്? എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുടെ ഉള്ളത്? അല്ല അത് പറഞ്ഞപ്പോഴാ നമുക്ക് അവരെ കൂടെ വിളിച്ചാലോ? നമുക്കൊന്ന് പരിചയപ്പെടാലോ. അയ്യോ അത് വേണ്ട. അത് വേണ്ട, ആ എന്താ? ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാ. അത് ശരി. അപ്പൊ നിങ്ങള് കമ്പനി കുട്ടേട്ടനാവും. അല്ല അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ ശരിയാക്കി തരാം. കുട്ടേട്ട. അയ്യോ അതെ, ആ നിങ്ങളുടെ പേരെന്തായിരുന്നു? ജിതിൻ. ജിതിൻ. മിന്നു. മിന്നു. ആ ഞാൻ ആ വീട്ടിലെയാ. ആ കുറച്ചാളായിട്ട് ഇങ്ങനെ കല്യാണമൊക്കെ നടക്കാതിരിക്കായിരുന്നു. ഇപ്പൊ ശരിയായിട്ടുണ്ട്. ആണോ? അപ്പൊ നാളെ അതിന്റെ പേരിൽ ഉച്ചയ്ക്ക് വീട്ടിലൊരു പാർട്ടി. അപ്പൊ എന്തായാലും വന്നേക്കണം. അയ്യോ ഞങ്ങള് ഒന്നും പറയണ്ട, എന്റെ ബാച്ചലർ പാർട്ടിയാണ്. ഇവരുണ്ടാവും. അപ്പൊ നമുക്കും ഒന്ന് കൂടി പൊളിക്കാം. ഒരു ഗ്യാതറിംഗ് ആവട്ടെ എന്നേ. അപ്പൊ ഓക്കെ. ആ ആ ശരി എന്നാ. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഫോർ കുട്ടേട്ടൻ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ കുട്ടേട്ടന്റെ കല്യാണത്തിന് ഒരടി. ചിയേഴ്സ് കുട്ടേട്ട. Cheers. എന്റെ കുട്ടേട്ട പതുക്കടിക്ക്. കല്യാണം കഴിഞ്ഞിട്ടും അടിക്കണ്ടേ? ഇത് ലാസ്റ്റാ. നാളെ തൊട്ട് കുട്ടേട്ടൻ പൂക്കിയാൻ പോലെ. ഇന്ന് എല്ലാവർക്കും ബോധം പോണം. എന്നാ ഞങ്ങൾക്കും വേണം. ബോധമുള്ളവർക്കല്ലേ കള്ളൊക്കെ. കുട്ടേട്ടാ ഞങ്ങൾക്ക് 2 ഗ്ലാസ് ഒഴിച്ചേ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊന്നുമല്ല. തന്നോട് ചോദിച്ചോ? ഒഴുക്കി കുട്ടേട്ടാ, ഒഴുക്കി. അപ്പൊ അത് ഒഴിക്ക് കുട്ടേട്ടാ. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്കുള്ള സാധനം ദേ അടുക്കളയുടെ തട്ടിലിരിപ്പുണ്ട്. നല്ല ചിൽഡ് ബിയർ, അതെടുത്ത് കുടിച്ചോ. ഇത് അടുക്കളയില്. കുട്ടേട്ടന്റെ കുട്ടി അടിക്കുവോ? എന്റെ പൂക്കി തൊടില്ല. ഇത്ര നാളത്തെ കാത്തിരിപ്പിന്റെ ആ സുഖം ഉണ്ടല്ലോ. കവി ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റണത്? പെണ്ണുങ്ങൾ എത്ര വിചാരിച്ചാലും പൊട്ടില്ല. പിന്നെ പുരുഷ കേന്ദ്രിതമായ ലോകത്ത് നിന്ന് നീ വേറെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കാവ്യ? ഇൻജസ്റ്റിസ്, ഇൻഇക്വാലിറ്റീസ്, മെയിൽ ഷോവിനിസം. ചിയേഴ്സ്. ആടി സക്കെ, ഇതല്ലേ വൈബ്. കവിന് കുടിക്കല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? കൊള്ളാം. ട്രൂത്ത് ഓർ ഡെയർ. എന്റെ കുട്ടേട്ട ഇത് 2K കിഡ്സിന്റെ ഓരോ കളികളല്ലേ? കൊല്ലാണ്ട് അക്ഷരം കളിക്കാം. വേണ്ട, ട്രൂത്ത് ഓർ ഡെയർ തന്നെ കളിച്ചാൽ മതി. എന്തിനിത്ര പേടിക്കുന്നു? അല്ല മിനോട്ടി, ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞാൽ ചുമ്മാ സത്യം മാത്രം പറയണല്ല. പിന്നെ പല പല ചലഞ്ചസ് ചെയ്യേണ്ടി വരും. ഓ ചലഞ്ച് ചെയ്യാൻ പേടിയുള്ളവരെ മാറിയെന്നാ മതി. എടി പുല്ല്. നിങ്ങൾ ആ ബിയർ ഊപ്പി എടുത്ത കിഴങ്ങന്മാരെ തലയടിച്ചു വിട്ടിച്ച്. അല്ല പിന്നെ തരട്ടേറണം. എടാ നമുക്ക് കുപ്പി ഇറക്കാം. കുപ്പിയൊന്നും കറക്കണ്ട. ആദ്യത്തെ ചോദ്യം നിങ്ങളോട് തന്നെ. ഷൂട്ട്. കുട്ടേട്ടൻ വെർജിൻ ആണോ? അല്ല. അപ്പോ ആ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞതോ? കാത്തിരിപ്പിന് തന്നെ ഒരു സുഖം ഉണ്ടെന്നല്ലേ പുള്ളി പറഞ്ഞേ. അപ്പൊ ആരാള്? ആളായി അതല്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട്. മനസ്സിലായി. സെൽഫ് കെയറാ. ഇനി ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം. ചോദിക്കും. എൻ്റെ അമ്മമ്മയുടെ ചോദ്യം. ശൈലേഷിന് ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ പറ്റി, എന്ത് ചെയ്യും? കൊള്ളാം. ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് സൈൻ ചെയ്തിട്ട് വീട്ടിലൊന്ന് കുത്തിരിക്കും. അത് തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നത്. സത്യം. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ഞാൻ ചോദിക്കാം. ചോദിക്ക്. മിന്നുനോടാ. ചോദിക്ക്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയ നിമിഷമുണ്ടോ? ഉണ്ട്. ഒരു മണ്ടൻ കൊണാപ്പിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എന്റെ 5 വർഷം കളഞ്ഞു ഞാൻ. ഓ നിന്റെ എക്സ് അവിടെ നിന്ന് ഒരിക്കലും ഗതി പിടിച്ചിട്ടുണ്ടാവില്ല. അതെ അതെ. വെറുതെ പറയുന്ന. ഇനി ജിതിനോടാണേ. ജിതിന്റെ അച്ഛന്
പെട്ടെന്നൊരു ദിവസം ഒരു വലിയ സത്യം കേട്ട് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ? എന്നിട്ട് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? എന്ത് ചോദ്യം? ഇതെന്താ എനിക്കറിഞ്ഞൂടാ. ഹ, പറ. ഇല്ല. കൊള്ളാം. കാവ്യേ ഇനി ഞാൻ ചോദിക്കാം. അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാ പിന്നെ ചോദിക്കാം. ഡയറാ ശൈലേഷിനോടാ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതൊന്നും സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ശൈലേഷ് 5 വർഷമായിട്ട് ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ പെണ്ണ് ശൈലേഷ് എന്ന് പറഞ്ഞ ജീവനാ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ശൈലേഷ് മറ്റൊരു സുന്ദരിയായ പെണ്ണുമായിട്ട് സെറ്റ് ആവുന്നു. പയ്യെ മറ്റേ പഴയ പെണ്ണായിട്ട് അടുപ്പൊക്കെ കുറഞ്ഞു. പിന്നെ അവൾ ഒഴിവാക്കണം, ബ്രേക്കപ്പ് ചെയ്യണം. എന്തേലും ടൈപ്പ് കാരണം പറഞ്ഞ് അവൾ ഒഴിവാക്കുന്നതായിട്ട് ഒന്ന് അഭിനയിച്ചു കാണിക്കും. അഭിനയിക്ക്, എനിക്ക് അഭിനയിക്കാന്ന് അറിയില്ല. ഇത് ഗെയിമാണ്. ഡയറ ഏറ്റെടുത്താ ചെയ്തേ പറ്റൂ. ചെയ്യേ. അഭിനയമല്ലേ, ഡു ഇറ്റ് മാൻ. വെറുതെ ആണുങ്ങളുടെ വില കളയാനായിട്ട് എൻ്റെ കിട്ടണ അടിച്ച് കൈ കൊടുത്തന്നെ കോപ്പ്. കുട്ടേട്ടാ അടിച്ച് കേറി വാടാ. എനിക്ക് എന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീലാതെ എനിക്ക് പറ്റില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വേറെ ആരോ നിന്നെ പറഞ്ഞ് പറ്റിച്ചതാ. നീ എന്നെ അവിശ്വസിച്ചു. വേറെ ആരണ്ട് കേട്ട് പറഞ്ഞ് വിശ്വസിച്ചത് കാരണം എനിക്ക് അത് പറ്റില്ല, ആ റിലേഷൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിരിയാന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. താങ്ക് യു ഡിയർ, ഐ നെവർ ഫോർഗോട്ട് യു. ശൈലേഷേട്ടാ, ഇത് അഭിനയല്ലേ കാവ്യേ? ഓ വാവ്, എന്തൊരു ഒറിജിനാലിറ്റി. കലക്കി. അങ്ങനെയൊന്നല്ല. ശരിക്കും പറഞ്ഞ ശൈലേഷ് ആ പെൺകുട്ടി ചതിക്കുമല്ലേ? ആര് പറഞ്ഞു? ഇതൊരുമാതിരി സ്വയം നായികരനായിപ്പോയി. ഹൈപ്പോത്തറ്റിക്കൽ അല്ലേ, പിന്നെന്താ? എന്ത് പോത്തടന്റെ പടമാണെങ്കിലും നീ വെറുതെ മതി. നമുക്ക് എല്ലാവർക്കും ഓർണം കൂടെ അടിച്ചാലോ? അങ്ങനെ നല്ല കാര്യം എന്തിനും പറ. ഓക്കെ. കുട്ടേട്ടോ, ഞാൻ ഇനി എൻ്റെ ഡയർ. ആരും പേടിച്ച് നിലവിളിക്കരുത്. ആരോടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂട്ടത്തിലൊരാൾ പേടിച്ച് തൂറും. ആ, എല്ലാവരും കണ്ണടക്കി. നീ അടക്കി. കണ്ണുപൊത്തി കളിയായിരിക്കും അല്ലെ കുട്ടേട്ടാ? അടക്കടക്കി, കളകളിയൊന്നും പാടില്ല. അങ്ങനെ ഇനി എല്ലാവരും ഒന്ന് കണ്ണു പറഞ്ഞേ. നിർത്തിക്കോ. അച്ഛന് കൊറോണ ഹാർട്ട് അറ്റാക്ക് ഒന്നിച്ച് വന്നെന്ന് പറഞ്ഞ് പറ്റിച്ച അത്രയും പേടിയൊന്നും ഇവിടെയുള്ള ആർക്കുമില്ല. കേട്ടോ പട്ടി. അയ്യോ, ഇവിടെ പറയണേ. നിർത്തടാ നാടകം. നീ പെണ്ണെ, നീ നിർത്തിക്കോ. എന്നെ കെട്ടിയതിനെ പറ്റി എന്തായാലും തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ വെക്കടോടെ. അതിന്റെ ഇടയ്ക്ക് ആള് നീ അത് നിന്റെ കെട്ടിയോനില്ല ഈ പോങ്ങൻ. ഇവനെ മര്യാദ എടുപ്പിക്ക്. എന്നെ അടക്കം എത്ര പെണ്ണുങ്ങൾ ഈ ഉളത്തേച്ചണെന്ന് ചോദിച്ചു നോക്കിയാ തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ എന്നെ ചെക്കനെ പറ്റി നിനക്കും റെഡി. നിന്നെ കണ്ടായിട്ട് എനിക്കറിയാടി ഇവനെ. എടി നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒച്ചെടുക്കില്ലെന്ന്. എടി നിന്നെ ഞാൻ തേച്ചിട്ട് പോയിട്ടില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്കല്ലടി എന്നെ ഇട്ടിട്ട് പോകണ്ട മുട്ടി എന്നറിഞ്ഞേ. ഇപ്പൊ അവള് വലിയ പുണ്യാളത്തി. ആടാ, അവള് പുണ്യാളത്തിയാ. എന്നാ കൊണ്ടായി രൂപക്കൂട്ടി കേട്ടോ. ഞാൻ എന്തും ചെയ്തോളാം. നീ അത് നിന്റെ പെണ്ണുമ്പോൾ ഇവളുണ്ടല്ലോ വെറും ടോക്സിക് റെഡ് ഫ്ലാഗ് ആണ്. ഇന്ത്യൻ ഫ്ലാഗ്. ഈ പിക്കാസം പറഞ്ഞ് തന്നെ പറയണേ. നിർത്തറ കൊച്ചു മൊയിൽപ്പീലുകളെ. എന്താ ബാച്ചലർ പാർട്ടിക്ക് വന്നിട്ട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നോളാം. ഇനി മിണ്ടിപ്പോരുത് ഒരുത്തനോട് കേട്ടോ. ഇവന്റെ ഭാര്യ അവന്റെ കാമുകി, ഇവന്റെ ഭാര്യ അവന്റെ കാമുകി. ഇനി എന്റെ പെണ്ണ് ആരുടെ കാമു?
ഹലോ ഹലോ കേക്കാമോ? എടി നീ ആരോടാണ് ഈ സൊള്ളിക്കൊണ്ടിരിക്കണത്? കൂട്ടുകാരിയോ കുട്ടേട്ടാ? ഹലോ ഹലോ ഛെ. ഹലോ നീ ആരോടെ സൊള്ളിക്കൊണ്ടിരിക്കണെന്ന്? എന്താ ഏട്ടാ? നിനക്ക് വല്ല കാമുകന്മാരുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ? എടി ഉണ്ടോ ഇല്ലയോ എന്ന് പറ. അത് 1-2 അല്ലറ ചില്ലറ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലറ ചില്ലറയോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കുട്ടേട്ടൻ മാത്രമേ ഉള്ളൂ. വെക്കട്ടെ ഏട്ടാ? വെക്കല്ലേ. എനിക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നിന്റെ പഴയ അല്ലറ ചില്ലറ കാമുകന്മാരുടെ പേരെന്തായിരുന്നു? +2 പഠിക്കുമ്പോ ജിബി, കോളേജിലുള്ളപ്പോ ഒരു ശൈലേഷ്. എന്റെ മദ്യം കഴിച്ചു എന്റെ പെണ്ണിനെ ശൈലേഷേ, സത്യം പറഞ്ഞോ, എനിക്കിപ്പോ അറിയണം. നിനക്ക് മൊത്തത്തിൽ എത്ര കാമുകിമാരുണ്ടായിരുന്നു? ഇനി എത്ര പേര് കയറി ഇറങ്ങാനുണ്ട് ഇവിടെ? എന്റെ പൊന്ന് കാവ്യ, ഈ ലോകത്ത് ശൈലേഷ് ആയിട്ട് ഞാൻ മാത്രല്ലല്ലോ, വേറെ ഒരുപാട് കാണില്ലേ? അതേതോ ശൈലേഷ്, കാട്ടുകോഴി. ഇത് നിന്റെ ശൈലേഷ് ഏട്ടൻ. അപ്പൊ ജിതിന്റെ കൂടെ നിന്റെ പേരും വന്നതോ? അത് അവനോട് പോയി ചോദിക്കി. ആ നിനക്കറിയായിരിക്കുമല്ലോ. അല്ല അത് പോട്ടെ, നിനക്ക് ഇപ്പൊ മൊത്തത്തിൽ എത്ര എക്സ്മാരുണ്ടാവും പറഞ്ഞേ? അത് ഇപ്പൊ നീ മാത്രമേ എക്സ് ആയിട്ട്, വൈഫായിട്ട്. ഓ പിന്നെ തേങ്ങ എന്റെ പേഴ്സണിക്കട മുത്തപ്പൻ ഒരു ഡൈപ്പിന് കൂട്ടുവെക്കില്ല കേട്ടോ. അപ്പൊ നീ അവനായിട്ട് ഉണ്ടാക്കിയതോ? ഉടായപ്പല്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ കാഷ്വൽ റിലേഷൻഷിപ്പ് മിനുട്ടി. എടി നിനക്കുണ്ടായിരുന്നല്ലോ കൊറേയോ? ആകെ ഒന്നേ ഉണ്ടായിട്ടുള്ളൂ. ആ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അല്ലാതെ നിന്റെ പോലെ എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചോ? ഇല്ലല്ലോ. ആ ലെവലാതി ഒന്ന് പറഞ്ഞോ? ആ ലെവലാതിയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. നീ എന്റെ അടുത്ത് നിന്ന് എന്തിനിതെല്ലാം മറച്ചു വെച്ചു? ഞാൻ നിന്നെ പോലെ എപ്പോഴും ഓർത്തിരിക്കാറൊന്നുമില്ല, ഞാൻ മറന്നുപോയി. ഓഹോ, ഇപ്പൊ എളുപ്പമായല്ലോ ഓർക്കാനും കാണാനും ഒക്കെ. വെറുതെ അല്ല പ്രകൃതി ഭംഗിയുടെ പേരും പറഞ്ഞ് നീ ഇവിടെ തന്നെ വീടെടുത്തത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അതെ, ഞാൻ മാത്രമല്ലേ ഈ വീട് കണ്ടേ, നീ കണ്ട് ഇഷ്ടപ്പെട്ടതല്ലേ? അതോ ഈ വീട് മാത്രമാണോ വേറെ വല്ലതും കണ്ടിട്ടാണോ ഞാൻ അങ്ങനെ അറിഞ്ഞു? ആഹാ, ഇപ്പൊ സുഖായല്ലോ. വായി തോന്നിയെന്നാന്ന് വെച്ചാൽ വിളിച്ച് പറയാലോ. ഞാൻ വേണ്ട ചത്തു. ചായ വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി കുടിച്ചോ. പാലില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. പഴമൊരുപ്പുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. നീ കഴിച്ചോ കാവ്യേ? ഓ എന്നൊക്കെ നടക്കും. കഴിച്ചില്ലെങ്കിൽ കഴിക്കോ. ഒത്തില്ല. ബൈ. ഓ ഫുഡൊക്കെ കഴിക്കണേ. എനിക്കറിയാം, ഞാൻ കഴിച്ചോളാം. ഞാൻ ഈ ലോണൊക്കെ അപ്രൂവ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. വേണമെന്നില്ല. തേഞ്ഞ്. അയ്യോ ഡോറടിച്ചില്ല. ശരിയാക്കി തരുന്നുണ്ട്. ഇന്നെല്ലാ കൊള്ളം പുറത്തും പട്ടി തെണ്ടിച്ചേ. ഇങ്ങോട്ടൊക്കെ ഒരു പോകും.
ശരിക്കും തരടി. ഞാൻ എത്തി. ഞാൻ എത്തി. എവിടെ? ഇവളോ? നാണല്ലോ ഭാര്യയുടെ അക്കൗണ്ടിൽ ഒളിച്ചു കയറാനായിട്ട്. ഓ, ഭർത്താവിന്റെ അക്കൗണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കേറിക്കോ കേറിക്കോ എന്ന് പറഞ്ഞതായിരിക്കും. അതേടാ കേറും, കാരണേ അത് ഞങ്ങളുടെ അവകാശം. ഹോ, ഞാൻ മറന്നിരിക്കായിരുന്നു. ഫെമിനിസ്റ്റ് ആയിരുന്നല്ലേ? ഒരു മാറ്റിലോടി നിനക്ക്. അല്ല, നീയേ അന്ന് എന്നെ ചതിച്ചിട്ട് പോയത് വേറൊരുത്തിക്ക് വേണ്ടിയായിരുന്നല്ലോ. എന്നിട്ട് അവളെയും ചതിച്ചിട്ടായിരിക്കും നീ ഇവളെ സെറ്റാക്കിയതല്ലേ? അതോ ഇനി അതിൻ്റെ ഇടയ്ക്ക് വേറെ വല്ല ക്യാരക്ടേഴ്സും ഉണ്ടോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് പറഞ്ഞോ. സംശയരോഗി ആ പാവം ചെയ്തിനെ എങ്ങനെ സഹിക്കണാവോ ഇതിന്? അയ്യടാ, അവനെ എന്നെ പൊന്നുപോലെ നോക്കണേ, അല്ലാതെ നിന്റെ പോലെ ആഭാസനല്ലടാ. എന്നിട്ടായിരിക്കും പഴയ കാമുകിയുടെ വീട് തപ്പിക്കണ്ടുപിടിച്ച് വന്നിട്ട് അതിന് മുന്നിൽ ഒരു വീട് മേടിച്ചിട്ടത്. ഇറ്റ്സ് എ കോയിൻസിഡൻസ് മാൻ. കോൺഫറൻസോ? കോൺഫറൻസ് അല്ല മണ്ട, കോയിൻസിഡൻസ്. ഓ, അവിഹിതത്തിന്റെ ഇംഗ്ലീഷൊക്കെ നമുക്ക് അറിയാണ്ട് പോയി. അവിഹിതം നിന്റെ മറ്റവക്ക്, അതിന് എന്നെയും കിട്ടൂല, എന്റെ ചെക്കനെയും കിട്ടൂല. അവിഹിതിക്കാൻ പറ്റിയൊരു മുതലി. എനിക്കെല്ലാം കൂടി കേട്ടിട്ട് പ്രാന്താവുന്നുണ്ട്. ഓ, ഇതെല്ലാം കേട്ട് പിന്നെ എനിക്ക് തുള്ളി ചാടാനല്ലോ വന്നേ. ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ നാണമില്ലല്ലോ. നിനക്കെന്തായാലും അത് അഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അത് മതി. ജിതിനെ, നിങ്ങൾ വീട് മാറണം. എന്തിന്? ഞങ്ങളല്ല വാടകക്കാര്, നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ മാറണം. അല്ല പിന്നെ? പക്ഷെ ഞങ്ങളല്ലേ ഇവിടെ ആദ്യം വന്നത്. അശ്ശേ, നഴ്സറി പിള്ളേരെ പോലെ ഗ്രോ അപ്പ് കാവ്യ. ജിതിനെ, പയ്യെ, പബ്ലിക് പ്ലേസ് ആണ്. നിന്റെ വീടല്ല. ഈ ടോക്സിറ്റി ഒക്കെ വീട്ടിൽ പോയി നിന്റെ പോകം കെട്ടിയോനോട് മതി. അവ മുത്താടാ മുത്ത്. ആ ഒരു കാര്യത്തിൽ എന്തായാലും എനിക്ക് നിന്നോട് നല്ല കടപ്പാടുണ്ട്. ഇല്ലാത്ത കള്ളത്തരമൊക്കെ പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് പോയെങ്കിലും എനിക്ക് അവസാനം കിട്ടിയത് ഒരു തനി തങ്കത്തിനെ തന്നെയാ. തങ്കല്ല തങ്കം, ഞാനൊന്നും പറയണില്ല. പിന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന എന്റെ അച്ഛനല്ലേ, അങ്ങേരോടും ഉണ്ട് കടപ്പാട്. അച്ഛനെ പറഞ്ഞോടല്ലോ. പറഞ്ഞ നീ എന്ത് ചെയ്യടോ? എടി, ക്യൂട്ട്നെസ് മെഴുകി വളർത്തല്ലോടി നീ എന്നെ. പോരാത്തതിന് പൊസീവ്നെസ് എന്നും പറഞ്ഞ എന്റെ സമാധാനങ്ങൾ മൂദേവി എടി നീ, മൂദേവി. എന്റെ ജിതനെ, പൊസസീവ്നെസ്സിന് സ്പെല്ലിംഗ് എന്താണെന്നറിയോ നിനക്ക്? ഞാനേ ബാങ്ക് മാനേജറാ, അല്ലാണ്ട് നിന്നെ പോലെ പിള്ളേരെ പഠിപ്പിക്കാണെന്ന് പറഞ്ഞു പോയി അവിടെ പോയി ഉറക്കണ പണിയല്ലേ എനിക്ക്. പ്രൊഫഷണൽ കളിയാക്കുന്നോടാ പട്ടി. നിക്കടി അവിടെ. എടി, എന്റെ കാവ്യ പോലും എന്നെ തല്ലിയിട്ടില്ല. നിന്റെ കുടുംബം ഞാൻ കലക്കുടി. എടി എടി, നിന്നോട് നിക്കാല്ല പറഞ്ഞേ. ചേട്ടാ നിർത്ത് നിർത്ത് നിർത്ത്. എന്റെ പൊന്നു പെങ്ങളെ മരിക്കാൻ പോകണം, വണ്ടിയിലാളുണ്ട്. ഓഹ്, നിന്റെ പഴയ ചാറ്റൊക്കെ കണ്ടിട്ട് എന്റെ തൊലി ഉരിഞ്ഞു പോയി. നല്ലതല്ലേ? നല്ലതാ. നിങ്ങളുടെ മൂന്നാമത്തെ കൊച്ചിനിടാൻ വെച്ചിരുന്ന പേരില്ലേ, വളരെ നല്ലതാ. ഈ പ്രേമൊന്നും എന്റെ അടുത്ത് കണ്ടില്ലല്ലോ ശൈലഷേ. അത് പിന്നെ ബ്രേക്കപ്പ് ആയ പിന്നെ ഞാനൊരു സിഗ്മയായി. കണ്ടായിരുന്നു. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ടുള്ള ചാറ്റ് ഞാൻ കണ്ടായിരുന്നു. രാവിലെ കാന്താരിയുടെ കലിപ്പേട്ടൻ, രാത്രി കൺമണിയുടെ കഴപ്പേട്ടൻ, വൃത്തിയേട്ടൻ. ഫോണിൽ കൂടെ ഗർഭം ഉണ്ടാക്കുന്ന തെണ്ടി ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, കാമഭ്രാന്തൻ. അത് പിന്നെ തെറ്റിയാത്തൊരു ആരായിട്ടുണ്ട് കാവ്യ. നിർത്തിക്കോട്ടോ, കൊണേടി നിർത്തിക്കോ. എന്റെ കാവ്യ, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ നമുക്ക് രണ്ടുപേർക്ക് ലീവ് എടുത്തിട്ട് രണ്ടുപേർക്ക് കൂടി പുറത്തു പോകും. എന്നിട്ട് നമുക്ക് മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അപ്പോഴേക്കും എല്ലാ പ്രശ്നം തീരൂലേ? നാളത്തേക്കല്ല, ഇനി അങ്ങോട്ടേക്ക് ഞാൻ ലീവാ. ഞാൻ ഇവിടെ കാണും. എന്നിട്ടെന്നാ നമുക്കിവിടെ കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം. എന്റെ കാവ്യ, നീയാണ് എന്റെ അക്കൗണ്ടിൽ കയറി ചാറ്റൊക്കെ എടുത്ത് നോക്കിയത്. അത് ശരിയല്ല. അതെന്താ ന്യായമാണത്? ചാറ്റ് തുറന്നപ്പോഴല്ലേ ശരിക്കുള്ള സ്വഭാവം കണ്ട ശൈലഷേ. എന്റെ കാവ്യ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ജോലിക്ക് പോയിട്ടിരുന്ന എങ്ങനെ ശരിയാവാ? എനിക്ക് നിന്നെ വിശ്വാസമില്ല, എന്നെ വിശ്വാസമില്ല. നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിരിക്കാം. എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നാളെ ലാപ്ടോപ്പ് എടുത്തിട്ട് നിന്റെ കൂടെ നഴ്സറിയിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാലോ. എന്നിട്ട് എന്തിനാ അവിടെ ടീച്ചർമാരെ ലൈൻ അടിക്കാനോ? എന്റെ പണി തെറിക്കും. നമ്മുടെ വീടിന്റെ ലോൺ
ഞാൻ നിന്റെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തെന്നുള്ള ചെറിയ കാര്യമാണോ നിന്റെ പ്രശ്നം? അതെ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്ത് അവനെ കാണാൻ പോയതോ? അയ്യടാ, എനിക്ക് നിന്റെ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിനക്കല്ലെങ്കിൽ എല്ലാത്തിനും ഒരേ പാസ്വേഡ് അല്ലേ, ജിതിൻ 007. എന്ന് കരുതി എന്റെ എല്ലാ പ്രൈവസി കയറി അങ്ങോട്ട് നിരങ്ങാന്നാണോ? ഓഹോ, പ്രൈവസി പ്രൈവസി അല്ലേ? അപ്പൊ അവളെ പോലത്തെ ഞാൻ അറിയാത്ത ഇനി ഒരുപാട് പ്രൈവസി നിനക്കുണ്ടല്ലേ? എന്തായാലും ശൈലേഷിനെ പോലെ പബ്ലിക് അല്ല. എന്തായാലും നിന്റെ അത്രയും പബ്ലിക് അല്ലടാ. നീ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തുടങ്ങിയെടുത്ത് തന്നെ വരല്ലേ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു തീർത്തല്ലേ? നീ എന്നെ ഇങ്ങനെ ജോലിക്ക് വിടാണ്ടിരുന്ന എന്റെ പണി തെറിക്കും. നമ്മുടെ ഈ വീടിന്റെ ലോൺ തിരക്കട്ടെ, നിന്റെ പണിയും തിരക്കട്ടെ, ഈ വീടും പോട്ടെ, എല്ലാം പോട്ടെ. എന്നാലും ശരി, നിന്നെ ഞാൻ ഈ ജോലിക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയാം നീ എന്തിനാ ജോലിക്കൊക്കെ പോന്നേന്ന്. ഇത് എന്റെ തലയിലാവൂലോ. അതാരാ? അവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് വരാം. വരട്ടെ, ഞാൻ ബാക്കി ഞാൻ തരാം. ഞാൻ ആരാ? എന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല. എന്റെ പേര് വിജിത്ത്. ജിതിനെ, ജിതിനെ. ഇതേത് പള്ളിയാണോ? ഇതേത് പുതിയ അപരാധം? ഞാനേ ഇവിടെ പണ്ട് താമസിച്ചിരുന്നേ. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വരുന്നതിനൊരു 2-3 വാടകക്കാർക്ക് മുമ്പ്. ശൈലേഷേ. ആ കുട്ടേട്ടാ, കുട്ടേട്ടാ നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ കാലൊന്ന് വിളിച്ചോട്രാ. എന്തേ കാണിക്കണേ? നിങ്ങളാ എന്റെ ജീവിതം രക്ഷിച്ച്. അന്നാ ബാച്ചലർ പാർട്ടി നടത്തിയില്ലായിരുന്നു, ഞാൻ പെട്ടുപോവാനേടാ. എന്റെ പൂക്കയോട് ഞാൻ പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. എന്തിന്? ഞാൻ അന്വേഷിച്ചു. അവക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ബെസ്റ്റി, ഒരു ബെസ്റ്റസ്റ്റി. എന്താ സ്റ്റീ? അതങ്ങനെ എന്തോ ക്നാപ്പ്. അതവിടെ അവസാനിപ്പിച്ചു. അതേതായാലും നന്നായി. ഞാനിപ്പോ ഒന്നും അതിനൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും എന്റെ ബ്രേക്കപ്പ് പാർട്ടിക്ക് വരണം. എന്റെ പൊന്നു കുട്ടേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കിഡ്നി തരാം. എന്നാൽ ഇനി ഒരു പാർട്ടിക്ക് എനിക്ക് താങ്ങൂല. വരൂല. വരൂല അല്ലേ? അങ്ങനെ അമ്മ മരിച്ചേ പിന്നെ ഞാനും അമ്മൂമ്മയും ഇവിടെ ഒറ്റയ്ക്കായി. അമ്മ പോയത് അമ്മൂമ്മയ്ക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മൂമ്മേനെ കാണാനില്ല. ഞാനിവിടെ എല്ലായിടത്തും തപ്പി, കുടത്തിൽ വരെയും തപ്പി. അവസാനം ചേതനേറ്റ അമ്മൂമ്മയുടെ ശരീരം എനിക്ക് കിട്ടി. എവിടുന്ന്? ആ സ്റ്റെപ്പിന്റെ അടിയിൽ. താനെന്തിനിപ്പോ വന്നേ? അത് ഞാൻ അമ്മമ്മയുടെ പാദസരം എടുക്കാൻ. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? അമ്മ പറഞ്ഞു. സ്വപ്നത്തില് അമ്മമ്മ എന്നോട് സംസാരിക്കാറുണ്ട്. പിന്നെ സ്വപ്നത്തിൽ നിന്നോട് പറയല്ലേ? അതൊന്നും പറ്റില്ല. അല്ല പ്ലീസ്, ഞാനൊന്ന് എടുത്തോട്ടെ പ്ലീസ്. എടോ എടോ, ഞാനൊന്ന് ഓണറിനെ വിളിക്കാം. അത് വേണ്ട, പുള്ളി എന്നെ മറന്നിട്ടുണ്ടാവും. അങ്ങനെ മറക്കൂ? ആ കിട്ടി കിട്ടി കിട്ടി. ഇത് ഇവിടെ ഉണ്ട്. അതെങ്ങനെ കിട്ടി? ഞാനാണല്ലോ ഇവിടെ അടിച്ചവരിട്ടത്. അത് ഇവിടെ ഉണ്ടായതാണ്. താഴ്ത്തപ്പെട്ടാലോ? അല്ല, ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. അല്ല കുട്ടേട്ടാ, ഇനി കല്യാണം നോക്കണില്ലേ? എന്റെ പൊന്നു കാവ്യേ, ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥ. എടാ, ഞാൻ ഈ ഡബിളിൽ കയറി ഒന്ന് നോക്കിയാലോ? ബമ്പിളാണോ ഉദ്ദേശിച്ചേ? ബമ്പിളാണ്. ശൈലേഷ് സാറേ, കുട്ടേട്ടനുണ്ടായോ? ഒന്നിങ്ങൊന്നേ. എന്താ? പോവാം. അളിയാ, എന്നെ തൂക്കിടാ. ശൈലേഷേ, നമ്പർ കൊള്ളാം, പക്ഷെ 90s ലൈറ്റ് ആയിപ്പോയി. ഇവനേതാ? ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി ശൈലേഷ് ഇറക്കിയതാ. എന്നാലും ഇതൊരുമാതിരി മറ്റടുത്ത പരിപാടിയെ പോയിട്ടാ. ഇവനല്ലേ, ഇവന്റെ അടുത്ത് നിനക്ക് എത്ര പ്രതീക്ഷ മതി? മതിടാ, പാവം. നീ എന്ത് പണിയാടേ കാണിച്ചേ? നിർത്തോ. കഴിഞ്ഞൊരാഴ്ചയിടയ്ക്ക് സമാധാനം കിട്ടിയിട്ടില്ല. അകത്ത് നിന്ന ഇവള്, പുറത്തേക്ക് വന്ന ഇവര്. എനിക്കിതല്ലാണ്ട് ഒരു വഴി കിട്ടിയില്ല. വിടു കുട്ടേട്ടാ, ഇവരിവിടുന്ന് പുറത്താക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം തീർന്നു ഞാൻ വിചാരിച്ചു. അപ്പോഴോ ഞാൻ ചീപ്പായി. എന്നൊരു കാര്യം ചെയ്തേക്കാം, ഞാൻ അങ്ങോട്ട് പുറത്ത് നോക്കോളാം. അപ്പൊ പിന്നെ എല്ലാ പ്രശ്നം തീർന്നല്ലോ.
സന്തോഷാവല്ലോ. ശരിയെന്ന് എല്ലാം പാക്ക് ചെയ്തോ. എടാ അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? പണ്ടങ്ങാണ്ട് ബുദ്ധിയില്ലാത്ത കാലത്ത് ആരൊക്കെയോ പ്രേമിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് എന്റെ പൊന്നമ്മാവാ. അമ്മാവനോ? അല്ല ചേട്ടാ, ആ. ഇവരെങ്ങാനും കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഉറപ്പായിട്ടും ഡിവോഴ്സ്. അപ്പൊ നിങ്ങളോ? അല്ല, ഞങ്ങളാണെങ്കിൽ രണ്ടിലൊരാൾ തല്ലി തീർന്നേനെ. ആ ബെസ്റ്റ്. നിനക്ക് ഈ ശൈലേഷ് ഇവിടെ താമസിക്കണമെന്നതിലും പ്രശ്നമുണ്ടോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ എന്നെക്കറി ചൊറിയാതിരുന്നാ മതി. ജിതിന് വീട്ടിൽ താമസിക്കണമെന്ന് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എനിക്ക് മിന്നുവിന്റെ കമ്പനി ഇഷ്ടാ. ആ നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? എനിക്കെന്ത് പ്രശ്നം? പിന്നെ എനിക്കാണോ പ്രശ്നം? അതെ, ഇവിടെ ഇപ്പൊ ആരും എങ്ങോട്ടും പോണില്ല. കൈ കൊടുത്തേ. കൊടുക്കടാ കൈ. അടി സക്കേ. അപ്പൊ ഇന്ന് കുട്ടേട്ടന്റെ വീട്ടില് രാത്രി പാർട്ടി. നമുക്കിത് തിമിർക്കാം. കുട്ടേട്ടാ കുപ്പി 2 ഉണ്ടടാ. പൊളിക്കും. ഒന്ന് പൊളിക്കടാ. ശൈലേഷേട്ടാ, അതൊക്കെ പോട്ടെ. അതൊക്കെ നമ്മുടെ പാസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലായിരുന്നോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോ ലൈഫ് അടിപൊളിയായിട്ട് പോയാ പോരെ. പിന്നെ റിലേഷൻഷിപ്പ് ആവുമ്പോ കമ്മിറ്റ്മെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ടാവണ്ടേ? എന്റെ കാവ്യെ നീ ഇത്ര ഇമോഷണൽ ആയിട്ട്. ഞാനതൊന്നല്ല വിചാരിച്ചിരുന്നാർന്ന്. ഞാനതൊക്കെ എപ്പോഴാ വിട്ട്. അത് ശരി. അപ്പൊ അതല്ലേ. എന്നാലേ ഞാനിന്ന് വൈകുന്നേരം മിന്നുന്റെ അടുത്ത് ഡാൻസ് പ്രാക്ടീസിന് പോകൂട്ടാ. അതിനെന്താ? എന്നാലും നമ്മൾ എന്തോരം ടെൻഷൻ അടിച്ചൂലേ. ഞാനാ കൂടുതൽ ടെൻഷൻ അടിച്ചേ. ഇനി നമുക്ക് അടിപൊളി കപ്പിൾ കമ്പനി ആവാം. ആപ്പിൾ കമ്പനിയോ? ആപ്പിൾ കമ്പനി അല്ല, കപ്പിൾ കമ്പനി. പൊട്ടാ കപ്പിൾ കമ്പനി. ജും താ താ ജും ജും താ താ ജും. എത്ര നേരായി കൊമ്പ്. 1 2 3 സ്റ്റാർട്ട്. ജും താ താ ജും ജും താ താ ജും. മതി മതി, ഡാൻസ് പ്രാക്ടീസ് നാളെ. മതി മതി. ഒരു ടേക്കും കൂടി പോവാം. ആ എടുക്ക്. ഫുൾ ചാർജ് ഉണ്ടായിരുന്ന ഫോൺ, അപ്പൊ ബാറ്ററി ലോ ആയി. ബാക്കി പിന്നെ. അതെ, പിന്നെ പിന്നെ ഒന്നുകൂടി ചെയ്യാം. ശൈലേഷേ മോനെ, അധികം അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. എങ്ങോട്ട് എങ്ങോട്ട്? ഞാൻ നോക്കിയൊന്നുമില്ല. എന്തു കാണിക്കണേ? മയൂരാസൻ ഇങ്ങനെ അല്ല. എന്റെ കുറെ ആസനമുണ്ട്, അത് കാണിച്ചു കൊടുത്തത് വേണ്ടല്ലേ? ദേ, അവളുടെ ആസനം നോക്കാൻ അവക്കറിയാം. 2 പേരോടും കൂടിയിട്ടാ. ഉടായി പോപ്പിക്കാൻ എന്തേലും പ്ലാൻ ഉണ്ട് അറിയാലോ? ഞങ്ങൾ 2 ഇപ്പൊ ടീമാ. ആ അതെ. പോയി. നമ്മുടെ ജിമ്മിലൊന്നും ഒരു പെങ്കൊച്ചു പോലുമില്ല. എന്റെ ജിമ്മിലും അതെ. ഞാൻ വന്നേ പിന്നെ ഒരാളും വരുന്നില്ല. അത് നീ അവിടെ പോയി ഡമ്പലി പിടിക്കണം. ധനനഷ്ടം, മാനഹാരി. കഷ്ടകാലമാണല്ലോ ദൈവമേ. കഷ്ടകാലം വന്നല്ലോ. ചൂടാണല്ലോ കാവ്യേ. ചായക്ക് ചൂടുണ്ടാവില്ലേ? ശൈലേഷേ. കുട്ടേട്ടാ. എന്തൊക്കെയുണ്ടാ മോനെ? സുഖം കുട്ടേട്ടാ. ബാ ഇരിക്കി. കുട്ടേട്ടന് ചായ എടുക്കട്ടെ? ചായ എടുത്തോ. ഫോർമാലിറ്റിക്ക് ചോദിക്കുമ്പോ എടുക്കാട്ടാ. ശൈലേഷേ, നിനക്കൊരു പണി വരുന്നുണ്ട്. പണിയോ? തെളിയിച്ച് പറ കുട്ടേട്ടാ. അപ്പുറത്തെ വീട്ടിലെ പെണ്ണില്ലേ ഡയാന, അവളിവിടെ ചുമ്മാ വന്നതല്ല, നിന്റെ കുടുംബം കലക്കാൻ വേണ്ടി വന്ന അവള്. എന്തിന്? എനിക്കങ്ങനെ അറിയാം. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. നിങ്ങളെങ്ങനെ അറിഞ്ഞേ? എനിക്കതറിയാനാണോ പ്രയാസം? അവള് സ്കൂട്ടിയിലിരുന്ന് ഫോൺ ചെയ്യണം, ഞാൻ ഒളിച്ചിരുന്ന് കേട്ടു. എന്ത് കേട്ടു?
കോഴികൾക്ക് വില കൂടി. എന്ത് കേട്ട് ചായയോടെ ചായ തരാം. എന്താ കേട്ടെന്ന് പറ. അതായത് ശൈലേഷിന്റെ വീടിന്റെ അടുത്ത് വീടെടുത്തു ശൈലേഷിനെ താമസിയാതെ വളച്ച് കുപ്പിയിലാക്കുന്നൊക്കെ. മുളയോടെ താൻ. ഞാൻ എന്ത് ചെയ്തു? എന്താ കുട്ടേട്ടാ? മിന്നു, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവള് യോഗ എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടി നടക്കുന്ന വെറുതെ ഒന്നും അല്ല. എന്തുണ്ടായേ? അവള് നമ്മുടെ സമാധാനം കളയാൻ വേണ്ടി വന്ന ശൈലേഷിനെ ഇപ്പൊ വളയ്ക്കുമെന്നൊക്കെയാ പറയണേ. ഞാൻ യൂട്ടേണാ വളയാനായിട്ട്. അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ വളയണ്ടെന്ന് വിചാരിച്ചാലും വളഞ്ഞു പോകും. സത്യം. കുട്ടേട്ടൻ രാത്രി വെള്ളം അടിച്ചിട്ട് നടക്കുമ്പോ എങ്ങനെ തോന്നിയതാണെങ്കിലോ? വെള്ളാടിയൊക്കെ അന്നത്തെ ബാച്ചിലർ പാർട്ടിയോടെ ഞാൻ നിർത്തി. എടാ ശരിക്കും കേട്ടാടാ, അവളെ ആരും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണതാ. എനിക്കപ്പോഴേ തോന്നി. അവളുടെ ആ ഓവർ ഡ്രസ്സിങ് കണ്ടപ്പോഴേ എനിക്കൊരു വശപ്പശക്ക് ഞാൻ മണത്തതാ. ഡ്രസ്സിംഗ് ഒക്കെ ലേഡീസിന്റെ ചോയ്സ് ആണെന്നല്ലേ പറയാറ്? ചുമ്മാ ഇരിക്കവിടെ. നീ പേടിക്കണ്ട കാവേ, നമുക്ക് അവൾ ഇവിടെ നിന്ന് എങ്ങനെങ്കിലും തുരുത്താം. പിന്നെ അവള് വളയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ശൈലേഷിനെ ആണെങ്കിലും ചിലപ്പോ വീഴുന്നത് ഇവിടെ വേറെ പലരും ആയിരിക്കും. അതുകൊണ്ട് ഈ കളിയില് നമ്മൾ രണ്ടുപേരും ഒറ്റക്കെട്ടാ. കൻപം വഴി ഓടിക്കണം. ഓടിക്കാം. കുട്ടേട്ടനുണ്ടോ മക്കളെ? ഞാനുണ്ട് കുട്ടേട്ട. റീല് കണ്ടായിരുന്നു. ഇങ്ങോട്ട് വെക്കട. വെക്കാം. 2 ദിവസമായിട്ട് അവളെ പുറത്തേക്കൊന്നും കാണാനില്ലല്ലോ. ഇനി നമ്മൾ നിരീക്ഷിക്കണ കാര്യം അവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിലോ? പോയിന്റ്. പക്ഷെ അവളുടെ സ്കൂട്ടർ അവിടെ തന്നെ ഉണ്ടല്ലോ. എന്ത് കൂളായിട്ടാ ഇരിക്കണേ നീ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ പോട്ടാ. വെറുതെ ചോര തന്നു കഴിഞ്ഞാ അവളുടെ വിഷമം കൊണ്ടല്ലേ പറയുന്നത് ശൈലേഷേ. നിങ്ങളെന്താ വിചാരിച്ചേ? നല്ല മണി പോലത്തെ പെമ്പിള്ളേർ അവന്റെ ജിമ്മിലുണ്ട്. നല്ല കിടിലം ഫ്രീക്കത്തിമാർ അവന്റെ ഓഫീസിലുണ്ട്. എന്നിട്ട് അവൻ ചാഞ്ചാടിയോ? എന്നോടാ അല്ല, നമ്മൾ ആരെയും പേടിക്കണേ? നമുക്ക് അവിടെ ചെന്ന് കാര്യം പറഞ്ഞാ പോരെ? ശരിയാ, ഇന്ന് തന്നെ അവളോട് ഒന്ന് കെട്ടുകെട്ടാൻ പറയാം നമുക്ക്. അല്ലേ നമുക്കൊന്ന് വരട്ടി നോക്കാം. എന്നാ ഇപ്പൊ തന്നെ പോവാം. കുട്ടേട്ടാ ഒന്നൂടെ. ഇവളിതെവിടെ കോപ്പു? ആണെന്നില്ലല്ലോ. ആരുമില്ല ഇവിടെ. വാതില് തുറക്കടി. തുറക്കുന്നില്ല. തുറക്കടി വാതില്. നിന്റെ വായിൽ നാവില്ലേ? പറടാ. എടി ഇറങ്ങി വാടി ഇങ്ങോട്ട്. എടി നിനക്കെന്നെ വളക്കണലോടി. ഇറങ്ങി വാടി. എടി നീ എന്റെ വീട്ടിൽ കയറുന്നത് പണിയാൻ നിൽക്കാണല്ലോടി. പിടിച്ചോ കുട്ടേട്ടാ, കാലി പിടിച്ചോ. നിങ്ങളുടെ പേടി ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ കുറച്ചൊക്കെ ഭർത്താക്കന്മാര് വിശ്വാസമാവാം. കുറച്ച്. അതെങ്ങനെയാ? ആമ്പിളേർക്കോട് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. ചങ്ക് കുറച്ച് കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും പ്രാന്താവും. അതെ, പഴയ്ക്കാനാണെങ്കിൽ എനിക്ക് എന്തേ പഴയ്ക്കായിരുന്നു. അയ്യേ, താൻ ഞങ്ങളുടെ ടീമാണോ ഇവരുടെ ടീമാണോ? അതല്ല മക്കളെ, ഇവർ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട്. ഏതോ ഒരു പെണ്ണ് പറഞ്ഞു തരും നമ്മൾ ശൈലേഷിനെ ഇങ്ങനെ ടെൻഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പോട്ടെ ശൈലേഷേട്ടാ, സോറി. ജിമ്മിൽ പോയി ഹാർട്ട് വരെ മസിലായി. അയ്യോ, ജിതിനേട്ടന് ആർക്കും വളയ്ക്കാനാവില്ല. 1 2 3 4 5 അതാരാ? അതെ, വീടിന്റെ ഡോർ ഓപ്പൺ ആവുന്നില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാവ്യ. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഇന്നലെ നമ്മൾ എല്ലാവരോടും നിൽക്കുമ്പോഴല്ലേ ശൈലേഷേട്ടൻ അവളുടെ വാതിൽ തുറക്കാൻ വേണ്ടിട്ട് പോയത്. അതിന് നമ്മളെല്ലാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നാലും ലോക്ക് തുറന്ന ശൈലേഷല്ലേ. ഇനി നമ്മളില്ലാത്തപ്പോ ആ ലോക്ക് തുറക്കില്ലെന്ന് ആര് കണ്ടു? എന്റെ പൊന്നു കാവ്യെ,
ഞാൻ വിചാരിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓവർ തിങ്കർ ഞാനാണെന്നാ. പക്ഷെ നീ എന്നെയും കടത്തി വെട്ടിച്ചല്ലോടി. ടെൻഷൻ കൊണ്ടാ. ഞാൻ 9ൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആവുന്നത്. റിലേഷൻഷിപ്പിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. പിന്നെ ശൈലേഷ് വന്നപ്പോഴാ. ഇനി അവനും കൂടെ പഴിച്ചു പോയാൽ ഞാൻ പോയി കെട്ടി തൂങ്ങിച്ചാവും. നോക്കിക്കോ. നീ ഇങ്ങ് നോക്കിയേ, ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കും കുറച്ചൊക്കെ അവനറിയാലോ. കയ്യിൽ ഇത്തിരി ഉടായ്പുണ്ടെന്നേ ഉള്ളൂ. ആള് ഡീസന്റാ. നീ ടെൻഷൻ അടിക്കാതിരിക്കും, നമുക്ക് നോക്കാം. ഹായ്. കുറച്ച് പായസാണ്, ഞാൻ ഉണ്ടാക്കിയതാ. ബർത്ത്ഡേ ആണോ? ഏ ചുമ്മാ. ഇവിടെ നിന്ന് കൊണ്ടു പോണ്. കാവ്യ ഇവിടെ ഇല്ല. അതെനിക്കറിയാലോ. നല്ല വീട്, ബോറടിക്കില്ലേ? ബോറടിക്കാൻ സമയം കിട്ടാറില്ല, ഭയങ്കര പണിയാ. എന്താ ഇത്ര പണി? ഹലോ, എന്തെടുക്കുവാ? വർക്കില്ല കാവ്യ. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ജ്യൂസ് കുടിച്ചായിരുന്നോ? ഇല്ല, കുടിച്ചിട്ടില്ല. ആ കുടിക്ക്. ആ, ഒരു മീറ്റിംഗ് ഉണ്ട്, കുടിക്കാം. ആ ശരി. ആ ഓക്കെ. അപ്പൊ കള്ളൊക്കെ പറയാൻ അറിയാല്ലേ? ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ. ഓ അതെ, ഇന്നലെ ഡോറ് തുറന്നു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എല്ലാരും ഉള്ളപ്പോ. ഓ ഡയനോ, ഡയനിപ്പോൾ ഇറങ്ങണം. ഓ ഒരു പതിവൃതൻ. സി, ഐ ആം മാരീഡ്, ഹാപ്പിലി മാരീഡ്. ചുമ്മാ തള്ളാതെ, ആരും അങ്ങനെ ഹാപ്പി മാരീഡ് ഒന്നും അല്ല. എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. കാവ്യ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചേനെ. അത്രയ്ക്ക് സൂപ്പറാണോ കാവ്യ? ആ സൂപ്പറാ. കാവ്യ ഇപ്പോൾ അല്ല, ഡയാന ഇപ്പോൾ ഇറങ്ങണം. ഡയാന മാരീഡ് ആണോ? ആയിരുന്നു. ചിതനെ കടന്നോ? ഇല്ല. ഈ ഡയാനനെ കണ്ട കാര്യം കാവ്യനോട് പറയണോ? നിനക്ക് വട്ടാണോ? അവൾക്ക് ഒന്നാമത് ഹൈപ്പർ ടെൻഷനാ, ഇനി ഇതുകൂടെ കേട്ടുവാണോ? പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്ത്? ശൈലേഷ് അങ്ങനെ ചെയ്യൂ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എൻ്റെ അമ്മേ, ചോദിക്കട്ടെ? എന്തിനത്ര ബിൽഡപ്പ്? അങ്ങോട്ട് ചോദിച്ചാ പോരെ. നീ എന്നെ ചതിക്കോ? ആ ചതിക്കും. അതെ, ഇങ്ങോട്ട് നോക്കി. ഞാൻ അങ്ങനെ ചെയ്യൂ? ചെയ്യോ? ഞാൻ ചിലപ്പോ ഒരു സീരിയൽ കില്ലർ ആയെന്ന് വരാം, ഒരു കൊടൂര തീവ്രവാദിയായെന്നും വരാം. പക്ഷെ ഈ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. സ്വന്തം അച്ഛനമ്മ ചതിക്കുന്നത് കണ്ട് വളർന്നുകൊണ്ടാവാം. അതെനിക്കാവണ്ട. മീ ടു. ഇനി കിടന്നോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
പാവം എന്റെ പിള്ളേരൊക്കെ ഇപ്പൊ അവിടെ സാളടിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യ്. ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആ, ആ, അല്ല അങ്ങോട്ട്. ഇങ്ങോട്ട്. ഒന്ന് പഠിക്കോ, രണ്ട് side അടിക്കാനുള്ളതാ. ഇനി അങ്ങോട്ട്. ആ, എന്റെ പൊന്നൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇത് മര്യാദക്ക് വൈകുന്നേരത്തിനുള്ളിൽ പഠിച്ച് സൗബിനയക്കോ. ഞങ്ങക്ക് പൂജയാവാനുള്ളതാ. പൂജ പോയിട്ട് പൂജാരാകുമ്പോ വാ, നമുക്ക് വന്ന് കളിക്കാം. ഞങ്ങള് കാണിച്ചു തരാം. കുട്ടേട്ടൻ എന്താ കാവടി ഉള്ളു തന്നെ? എന്താ കുട്ടേട്ടാ? അവിടെ കുട്ടേട്ടാ റിലാക്സ് ചെയ്ത് അവള് പോവും. ഡയാന അവളെ നാളത്തെ പോലെ സ്കൂട്ടിയിൽ നിന്ന് ആരോടോ വർത്താനം പറയുന്നുണ്ട്. ഇപ്പൊ പോയ കൈയോടെ പോക്കാം. അവിടെ ആ കലിങ്ങിന്റെ അപ്പുറത്ത് ഉറപ്പാണോ? കുട്ടേട്ടാ ഞാൻ ആദ്യം പോവാം. എന്നെ കവർ ചെയ്ത പോലെ എനിക്കല്ലേ വഴി അറിയാമുള്ളൂ. എനിക്കൊന്നും വയ്യ ഈ കൂറ പരിപാടിക്ക്. നീ പറയുന്ന പോലൊന്നുമല്ല, അവന്മാരൊക്കെ ഡീസന്റ് ടീംസാ. എനിക്ക് നിന്റെ ഫുഡും വേണ്ട, പൈസയും വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ആരാടി ഇത്? ഞങ്ങളെല്ലാം കേട്ടു. ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇത് എന്റെ കസിനാ. അതേതാ ഞങ്ങളുടെ ഫാമിലി കൊളാക്കാൻ മാത്രം ശത്രുതയുള്ള കസിൻ ആരെയാ മൂദേവി? ആ, അങ്ങനെ ഒരാളുണ്ട്. അതാരാ ഞങ്ങൾ അറിയാത്തൊരു കസിൻ? പറയടി, സത്യം പറയടി, ആരടി? ഹലോ, ആരാടി നീ? ഹലോ കുട്ടേട്ടാ. എന്റെ പൂക്കിയടാ. എടാ പൂക്കിനെ പൊക്കിടാ. പൂക്കിയ നീയൊക്കെ കാരണല്ലേ കല്യാണം മുടക്കിയേ. ഇതെങ്ങനെയുണ്ട്? ശരിക്കും പറ ശൈലഷേ, ഇത് സെക്കൻഡ് എടുത്തേ. എന്റെ കാവ്യ നമ്മൾ കാശ്മീരിലേക്കാണ് പോണത്. അവിടെ സ്വെറ്റർ ഇട്ടാ നടക്ക. അയ്യടാ, ഞാൻ സ്വെറ്റർ ഒന്നും ഇടില്ല. എനിക്ക് പിക്ക് എടുക്കണം. -40 അവിടെ തണുത്ത് ചാവും. ചത്താലും കുഴപ്പമില്ല, എനിക്ക് പിക്ക് എടുക്കണം. ആ മിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് വരാൻ പോണേ. സ്ലീവ്ലെസ്സാ. നമ്മള് കാശ്മീരിനാ പോണേ, അല്ലാണ്ട് വർക്കലക്കല്ല. ആകാശത്തിന് കീഴിലുള്ള ഏത് മണ്ണും ഈ മിന്നൂന് ഒരുപോലെയാ. ആട്ടെ, എറണാകുളത്തെ മണ്ണല്ലാണ്ട് വേറെ ഏതൊക്കെ മണ്ണ് കണ്ടിട്ടുണ്ട്? ഒന്ന് പോയോർന്ന്. എനിക്കും കാവ്യക്കും കുറെ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതാ. അപ്പൊ ഒന്ന് സെറ്റായിട്ടൊക്കെ വേണ്ടി പോവാൻ. അതിനല്ലേ ആ ഒരു സ്വെറ്റർ മേടിച്ച് വെച്ചേക്കണേ? സ്വെറ്റർ എന്റെ പട്ടിയിടും. അത് ഞാൻ തന്നെ ഇടാം. ക്യാരി ഓൺ. നീ പാക്ക് ചെയ്യണല്ലേ? 2 ആഴ്ച കഴിഞ്ഞ് പോണ ട്രിപ്പിനാ. അയ്യടാ, കുപ്പി വാങ്ങിച്ചു വെക്കുന്ന കണ്ടല്ലോ. അതിപ്പോ ഞങ്ങൾക്കും തണുക്കില്ലേ കാവ്യേ? മര്യാദക്ക് പാക്ക് ചെയ്തോട്ടോ. അവിടെ ചെന്നിട്ട് എന്നെ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ എന്റെ പിറകെ വന്നാ. ഞങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഓ, എന്നാലും ശൈലേഷ് എന്നെ പ്ലാനിങ് ആണല്ലേ. നമ്മൾ നാളത്തെ കാര്യം ആലോചിച്ചിരിക്കുമ്പോൾ അളിയനത് 2 ആഴ്ച മുമ്പ് സെറ്റാക്കി ഉണ്ടാവും. ഓ, സമ്മതിക്കണം. പിന്നെ എക്സാം ഹാളിൽ ഹോൾ ടിക്കറ്റ് പോലെ എടുക്കാതെ പോയവനാ. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം. രണ്ടും കൂടി അവിടെ കിടന്ന് കുടിച്ചു കൂത്തറ വല്ല പ്ലാനോടെ രണ്ടിനും കിട്ടൂടി എന്റെ അടുത്തുനിന്ന്. കേട്ടല്ലോ? ഗ്ലാസ് എടുക്കുന്നു, ഒഴിക്കുന്നു, ഓടിപ്പോയി മുറ്റത്തുനിന്ന് ഇച്ചിരി ഐസ് എടുത്തിടുന്നു. കാശ്മീരിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഗായ്സ്, ഇവിടെ ഭയങ്കര മഴയാണ്, പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ആദ്യത്തെ കപ്പിൾ ട്രിപ്പാണിത്. ഫിംഗേഴ്സ് ക്രോസ്ഡ് ഗായ്സ്. അപ്പൊ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി വീഡിയോസ് ഞങ്ങൾ കാശ്മീർ എന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ലവ് യു ഗായ്സ്. ബൈ. ചാനലിന്റെ പേര്? അയ്യോ, അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട. ലവ് സ്ക്വയർ. ആകെ മൊത്തം 2 പേരെ ലൈവ് കാണുള്ളൂ. അതിലൊരാൾ ഞാനാ. ഓണറും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പുള്ളിനെ ഇങ്ങോട്ട് കയറ്റാൻ കൊള്ളൂല. എന്താണ് മക്കളെ, ട്രിപ്പൊക്കെ പോണെന്ന് കേട്ടല്ലോ. ചെറുതായിട്ട്. ആ പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? അവള് പണ്ട് കൂടെ പറഞ്ഞേട്ടാ. നിനക്കൊക്കെ വീട് വന്നപ്പോ തൊട്ട് എന്റെ നെഞ്ചുവിനെ തുടങ്ങിയതാ. എന്തൊക്കെ ഇവിടെ നടക്കണേ? വെള്ളമടി, പ്രേതം, കൊട്ടേഷൻ. ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങളെ കുറിച്ച് വന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ചേട്ടാ, ഞങ്ങളിപ്പോ നല്ല കട്ട തനിച്ചാ. കണ്ടില്ലേ? അതിന് ഞങ്ങളിപ്പോ ഡീസന്റ് ആയേട്ടാ. കണ്ടാ മതി, വല്ലാതെ അങ്ങ് ജങ്സ് ആവണ്ട. അതെന്താട്ടാ അങ്ങനെ ഒരു ടെല്ലിങ്? കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങളുടെ കോളേജിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഒരുമിക്കാൻ പറ്റാതിരുന്ന കണക്കുരുവികളെ ചാൻസ് കിട്ടിയപ്പോ ഒളിച്ചോടിപ്പോയി. ആ, നീ എന്താടാ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്? കൊട കിട്ടിയില്ല. നീ പോകുന്നുണ്ടോ ട്രിപ്പിന്? കുട്ടേട്ടനില്ലാതെ എന്ത് ട്രിപ്പ്? നമ്മുടെ രാജേഷ് ശൈലിയും ഒളിച്ചോടി പോയത് നീ അറിഞ്ഞില്ലേ? ആ, അത് ഞാൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞാ മതി. ഞാൻ പോകുന്നു പിള്ളേരെ.
നിങ്ങളെന്തിനാ ഇങ്ങനെ മൂഡ് ഔട്ട് ആവണത്? ട്രിപ്പ് മൂഡ് ഓൺ ആവട്ടെ. നല്ല ശീതളിപ്പ്, നല്ല ആൽക്കഹോളിക് വെതർ. എൻ്റെ കൂടെ വരിക, ഞാനൊരു സാധനം അങ്ങോട്ട് തരാം. തരണം. Cheers. 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 ആ ഹൗസ് ഓണർ പ്രാന്താടാ. അയാൾക്ക് ഗെറ്റ് ടുഗദറിന് പെണ്ണ് കിട്ടാതെ കടിയാ. കുട്ടേട്ടനെ ലവൊന്നും ഉണ്ടായിട്ടില്ല. നീ ഒന്നോട് വിളിച്ചേ. ഒരെണ്ണടിച്ചിട്ട് പറ കുട്ടേട്ടാ. മതി. ഇന്നും കൂടി അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി നോക്കി. കഴിഞ്ഞ ആഴ്ച അവളുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ ചോറൂണായിരുന്നു. ഇപ്പോഴും മിസ് ചെയ്യണ്ടല്ലേ? എപ്പോഴും. നീ ഓർമ്മോട് ഒഴിച്ചടാ. മതി കുട്ടേട്ടാ, ഈ മിച്ചെടുത്ത് കഴിച്ചേ. ട്രിപ്പ് പോകാനുള്ളതാ. ആ മതി. കുട്ടേട്ടന് ഈ ഗെറ്റ് ടുഗദറൊന്നും ഉണ്ടായിട്ടില്ല? പിന്നീട് ഈ പറഞ്ഞ ആളെ കണ്ടിട്ടില്ല? നീ ഒന്ന് ചുമ്മാതിരുന്നേ മിന്നു. കുട്ടേട്ടൻ പറയട്ടെ, പറയ്. ഉണ്ടായിരുന്നു. അവളെ പിന്നെ കാണുകയും ചെയ്തു. എന്നിട്ട് ഒരു ചിരി, സുഖാണെന്നൊരു വാക്ക്. എനിക്കാദ്യം കാവ്യനെ കണ്ടപ്പോ പേടിയായിരുന്നു. ഞാൻ വിചാരിച്ച എന്നോട് ദേഷ്യായിരിക്കുമെന്ന്. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ, പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ദേഷ്യമൊക്കെ വന്നു. ഇവനാ 11 അറിഞ്ഞപ്പോണ്ടല്ലോ ഇവന്റെ കൂമ്പിനിട്ടിടിക്കാനോ തോന്നിയ. ഒരു പെക്ക് എടുക്കട്ടെ. അതെ, ഈ ബ്രേക്കപ്പ് ആവുമ്പോൾ അതിപ്പോൾ എങ്ങനെയായാലും ആൺപിള്ളേർ പിന്നെയും പഴയ കാമുകിമാരെ ഫോണിൽ വിളിക്കും. പക്ഷെ പെൺപിള്ളേർ ഫോൺ എടുക്കൂല. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്താ പോണത്? അതിപ്പോ സംസാരിച്ചു കഴിഞ്ഞാ പഴയ പോലെയൊക്കെ ആവോന്നുള്ള പേടിയൊക്കെ ആയിരിക്കും മിക്കവർക്കും. പക്ഷേ എനിക്കങ്ങനെ ആവണ്ടായിരുന്നു. അതിന് ബ്ലോക്ക് ചെയ്ത് വെക്കണോ? അത് മസ്റ്റാ. അല്ല, എന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ ജിതിനെന്താ തോന്നിയേ? വാട്സാപ്പ് ഗ്രൂപ്പിൽ കണ്ടറിഞ്ഞ് അറിഞ്ഞ വട നേരെ ബാറിലിട്ട് വെച്ച് പിടിച്ചു. പിന്നല്ലാണ്ട്. ആദ്യം ഭയങ്കര അസൂയായിരുന്നു. ചെറുക്കൻ എഞ്ചിനീയറാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അത് കൂടി. പിന്നെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞു. പിന്നെ നിങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. തനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ കിട്ടിയെന്ന് ഓർത്തു. കരയിപ്പിക്കോടാ നീ. അല്ല, ശൈലേഷ് എന്നെ എന്താ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെ വിളിക്കാനാ? അല്ല, വേറെ നമ്പറിൽ നിന്നും വിളിക്കായിരുന്നല്ലോ. അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമാവും. അയ്യടാ, ഞാൻ നിന്റെ കെട്ടുമുടക്കൊന്ന് പേടിച്ചിട്ടല്ലടാ തെണ്ടി. എനിക്ക് ശരിക്കും നിങ്ങളുടെ കല്യാണം കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല? ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കല്യാണം മുടക്കേണ്ട അത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ചെറിയ കള്ളമൊക്കെ പറഞ്ഞാൽ പോയത്. അതെനിക്കും അറിയാം, കാവ്യക്കും അറിയാം. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊറോണ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ ആർക്കാടാ വരാത്തത്? അങ്ങനെയല്ല, കുറച്ച് സീരിയസ് ആയിരുന്നു. പിന്നെ ഞാൻ പറ്റിച്ചു പോയതുകൊണ്ട് എന്നോടുള്ള വെറുപ്പ് പോയില്ലായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കോൾ ചെയ്തേ. പക്ഷെ നീ ഫോൺ എടുത്തില്ലല്ലോ. പേടിയായിട്ടാ. അന്ന് നിന്റെ അവസ്ഥ എന്നോട് അമല് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാ ഞാൻ വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ നീ ഫോൺ എടുത്തില്ല, പിന്നെ ഞാനതങ്ങ് വിട്ടു. ചുരുക്കി പറഞ്ഞ നിങ്ങളെല്ലാവരും ഒരു 10 ഗെറ്റ് ടുഗദർ കൊണ്ട് ഇരുത്തിയാലും ഒന്നും പേടിക്കാനില്ല. പക്ഷെ എൻ്റെ ലവ് കുട്ടേട്ടന് ഞങ്ങൾ നല്ലൊരു പൂക്കിനെ സെറ്റാക്കി തരും. ഇനി എങ്ങാനും കുട്ടേട്ടന്റെ പൊക്കി കാശ്മീരിലാണെങ്കിലോ? കുട്ടേട്ടാ. അയ്യടാ, ചിരി നോക്കിയേ. റെഡിയായോ? സ്റ്റാർട്ടായി. അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. സന്തോഷായിട്ട് പറയ്. അപ്പൊ നാളെയാണ് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഭീകരന്മാരൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം എല്ലാ ദിവസവും ഞങ്ങളുടെ ഓരോ ഡാൻസിംഗ് റീൽ വെച്ചിട്ടുണ്ടാവും. അതാ വരുന്നത്. പിന്നെ എൻ്റെ വക -4 ഡിഗ്രിയിൽ 100 പുഷപ്പ്. കമന്റ്സ് വരുന്നുണ്ട്, കുട്ടേട്ടനെ നോയിക്കോണേ. കുട്ടേട്ടനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കും. പോരാത്തതിന് ഒരു കാശ്മീരി പൂക്കിനെ സെറ്റായി കൊടുക്കും. അപ്പൊ ഇതുവരെ തന്ന സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാവരും മറക്കണ്ട, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. എന്റെ കാവ്യ, നീ ഇല്ലാത്ത എനിക്ക് വിശപ്പും താപം ഒന്നുമില്ല. നീ ഒന്ന് വേഗം വന്നാൽ മതി. അങ്ങനെ പറയല്ലേ, ഫുഡ് കഴിക്കേ.
വേണ്ട വേണ്ട വേണ്ട. മറ്റന്നാൾ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തേക്ക് ഡിസ്ചാർജ് ആവും. ഞാൻ ഓടി എത്തില്ലേ? ഇന്നലെ എത്ര നാൾ ഞാൻ ഇവിടെ തനിച്ചിരിക്കണ്ടേ? വയ്യ. I miss you lot. I miss you more. I miss you lot more. അതിനപ്പുറത്തേക്ക് മോർ. ഞാൻ പോട്ടെ, അച്ഛൻ ഫുഡ് കൊടുക്കാറുണ്ട്. ഞാൻ വിളിക്കുന്നേ. ഇപ്പോൾ വിളിക്കണ്ട, എനിക്ക് ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോവും. നാളെ വിളിക്കാം. ആ പിന്നെ നിനക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് വരുന്നുണ്ട്. സർപ്രൈസോ? അതൊക്കെ ഉണ്ട്. അതെന്താ സർപ്രൈസ്? പറ. നീ നോക്കിക്കോ. ഞാൻ പോട്ടെ. ചിലമ്പൊലിക്കാട്ടെ ഒന്ന് നീട്ടി ഒഴിച്ചാട്ടെ, ഒന്ന് വിഷി അടിച്ചാട്ടെ, ഇത് പിടിച്ചേക്കണം. എത്ര നേരം ഇത് നോക്കി വെച്ച് അവമാനിക്കാൻ തുടങ്ങിയിട്ട് അടിക്കണം. എൻ്റെ ഡംബിൾ ദേവന്മാരെ മാപ്പാക്കണേ. ആത്മാക്കളെ, അല്ല, മിന്നു മാപ്പ് തരോ നിനക്ക്? അവളുടെ മാപ്പ് ആർക്ക് വേണം? അപ്പൊ നീ എന്ത് പറഞ്ഞാ വന്നേ? നിനക്ക് വയറിളക്കാന്ന് സഹായിക്കണമെന്ന്. സിമ്പിൾ. വയറിളക്കോ? എന്താ അവന് വേണ്ടി നീ കക്കുസി പോവോ? എടാ, നമ്മളിങ്ങനെ പെണ്ണുങ്ങളെ പേടിക്കാൻ പാടില്ല. പെണ്ണുങ്ങൾ നമ്മളെ ഇവിടെ പേടിക്കാം. അത് കൂട്ടേട്ടൻ കല്യാണം കഴിക്കാത്തോണ്ട് അങ്ങനെ തോന്നണേ. എന്നാ കെട്ട് കഴിയാത്ത കൂട്ടേട്ട എനിക്ക് ഓർമ്മ ഒഴിച്ചേ. ഒഴുക്കി കൂട്ടേട്ടാ പിടിക്കട്ടെ. അല്ല, കൂട്ടേട്ടന് കല്യാണം കഴിക്കാത്തതിൽ സങ്കടമില്ലേ? എന്തിനാടാ കെട്ടിയിട്ട്? നമ്മൾ ആണുങ്ങളാണ്, അടിമകളല്ല. അടിമകളല്ല. എടാ, നീ ഇപ്പോ നിന്റെ കൊച്ചിനോട് കള്ളം പറഞ്ഞിട്ടല്ലേ ഇവിടെ വന്നിരിക്കണേ? അഫ്കോഴ്സ്. നീ നിന്റെ കൊച്ചിനോട് കള്ളം പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നു. അതെ കൂട്ടേട്ടാ. ഇപ്പൊ ഇതില് സത്യസന്ധനായിട്ടുള്ള ഞാൻ മാത്രാടാ. ജീവിതത്തില് സത്യസന്ധത മാത്രം മതിയോ കുട്ടേട്ടാ? മിന്നു പോരടാ, കുറച്ചുകൂടെ സമാധാനവും വേണം. ബേബി ആര്? ശൈലേഷിന്റെ വയറിളക്കം മാറിയോ? ആ മുതുക്കനും കൂടെ കാണുമല്ലോ, കുട്ടേട്ടൻ. മര്യാദക്ക് നീ വേഗം വീട്ടിലേക്ക് വന്നോ, എല്ലാത്തിനും ഞാൻ ശരിയാക്കുന്നുണ്ട്. അടിമകളല്ല. അടിമകളല്ല. അല്ല. ആരാ? അതാ നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. എന്തേ? ഇത്തവണ ഞാൻ മാവേലി ആവണമെന്നാണ് അവരൊക്കെ പറയണത്. എടാ മോനെ, അതായത് എല്ലാ കൊല്ലവും മാവേലി ആവണ ഒരുത്തൻ. അവൻ ഈ കൊല്ലം ജിമ്മിൽ ചേർന്ന് അവന് 6 പാക്ക് ആയി പോയതുകൊണ്ട് അവന് മാവേലിയും പറ്റില്ലാന്ന്. കുട്ടേട്ടൻ കറക്റ്റാ. സെറ്റാ കൂട്ടേട്ടാ. അതൊക്കെ പോട്ടെ, നമുക്ക് ഒരു റൗണ്ട് കൂടെ അങ്ങോട്ട് വിളിച്ചാലോ? ഞാനില്ല, ഇനി ഞാൻ അടിച്ച പുറത്താ. ശരി. ഇതിൻകോ കുട്ടേട്ടൻ ഒഴി. വയറിളകി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ ശൈലേഷേ. റെസിഡൻസ് അസോസിയേഷന്റെ ഓണപരിപാടിക്ക് ഉണ്ടെന്ന് കേട്ടു. മിന്നു പേര് കൊടുക്കുന്നില്ലേ? മലയാളി മങ്കിയുടെ പേരൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മലയാളി മങ്കിന്നായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. അപ്പന്റെ പ്രായമുള്ള തമാശ ഇറങ്ങിയേക്കാം. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞോട്ടെ മിന്നു, ഞാനൊരു റെസിഡൻസ് പരിപാടിക്കൂല. ഒന്നാമത് ഞങ്ങൾക്ക് ഇവിടെ ഉള്ള ആൾക്കാരെ മര്യാദക്ക് അറിയ പോലുമില്ല. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടണേ. ഈ പ്രാവശ്യം കാവില്ലാത്ത കാരണം എനിക്ക് ഓണമൊന്നും ഇല്ല. ഓ, ഇന്നലെ അതിന്റെ ദുഃഖാചാരണമായിരുന്നല്ലോ. എല്ലാം ശരിയാക്കാന്നേ ഞാനല്ല പറയണേ. ഓ, ഇവിടെ ഉണ്ടായിരുന്നോ? അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. നന്മ റെസിഡൻസ് അസോസിയേഷന്റെ എക്കാലത്തെയും മികച്ച ഓണാഘോഷമായിരിക്കും ഇത്. ഓ, ഒരു വില നന്ദിയോടെ വന്നിരിക്കുന്നു. ഹായ് മിന്നോ. അതെ,
ഇത്തവണത്തെ ഓണാഘോഷം ഇടിവെട്ട് കളറായിരിക്കും. എന്താ കാരണം ചോദിക്കേ? എന്താ കാരണം? ഇത്തവണത്തെ മാവേലി ആവുന്നത് കുട്ടേട്ടനാണ്. ഓ അതിലിത്ര അതിശയിക്കാൻ മാത്രം എന്താ ഉള്ളത്? എല്ലാ നാട്ടിലും വലിയ കൊടവറുള്ള ആൾക്കാരെ മാവേലി ഏറ്റെടുക്കുന്നത്. അതുമാത്രമല്ല, ഇത്തവണത്തെ ഓണാഘോഷത്തിന് മുഴുവൻ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം. പിന്നെ എന്തുവാ, നമ്മൾ ഒരു പരിപാടിക്കും പോകുന്നില്ല, നമ്മൾ ഓണം ഇപ്പോഴും ആഘോഷിക്കും. അതെന്ത് വർത്താനം മിന്നു? എൻ്റെ ഓണം വിഷു ഒക്കെ കാവ്യ, അവളില്ലാത്തവരെ ഞാനും ഇല്ല. കൂട്ടണ്ണ അറിയാലോ. കാര്യം പറയാനോ, പ്ലാൻ ചെയ്യണം. അതായത് കാല് വേദന എടുത്തിട്ടാ ഞാനും വിളിക്കട്ടെ, നീ അപ്പുറത്തിരുന്നോ? ശരി. മാവേലി നിങ്ങളെ അതായത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും പുതുമയുള്ള ഐറ്റം പറഞ്ഞാട്ടെ, ആളുകൾ ഞെട്ടണം. ആണുങ്ങളുടെ തിരുവാതിരകളി ആയാലോ? നല്ല പുതുമയുള്ള ഐറ്റം. എടാ നല്ലത് എന്തെങ്കിലും പറഞ്ഞാടാ. പൂക്കള മത്സരം. പൂക്കള മത്സരം. താങ്ക്സ് എടാ, ഞാനേ നീ പറഞ്ഞില്ലെങ്കിൽ അത് വിട്ടുപോയത്. എടാ പുതുമയുള്ളത് വെറൈറ്റി ഉള്ള എന്തെങ്കിലും വേണമെന്ന്. എല്ലായിടത്തും ഓണത്തിന് ഇതൊക്കെ തന്നെയല്ലേ? മിന്നു, അതായത് ആളുകൾ ഞെട്ടണം. എന്നൊരു കാര്യം ചെയ്യും, വലിയൊരു ക്രിസ്മസ് കട്ടി പിന്നെ ഒരു സ്റ്റാർ കെട്ടി അല്ല സത്യം പറയടാ, നിന്നെ എന്റെ പെണ്ണുമ്പിള്ള കെട്ടുപോയതല്ല. കുട്ടേട്ടൻ എന്നാ പിന്നെ കുട്ടേട്ടൻ തന്നെ ഒരു ഐഡിയ പറ. ഞാൻ തന്നെ പറയണം. അതായത് ഫോർ എക്സാമ്പിൾ, ഉച്ചയ്ക്ക് നല്ലൊരു സദ്യ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് അവരെ ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ നല്ല ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു. എന്നാ കുറച്ച് സാമ്പാറോടെ ഒഴുക്കി. ഈ ബിരിയാണിയുടെ മണടിക്കുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലാവില്ല അത് ബിരിയാണിയാണെന്ന്. നോക്കോടാ, നല്ല വെറൈറ്റി പരിപാടിയായിട്ടേ ഞാൻ ഈ ഓണാഘോഷ പരിപാടി നടത്തി കാണിച്ചു തരടാ. കേട്ടാ കേട്ടാ, ഗംഭീരായി കാണിച്ചു തരടാ. ശരി. അതെ, നമ്മുടെ ഓണം പൊടി പിടിക്കണം. അതെ, പൊടി പൊടിക്കണം. അതെ, കണഗുണ വർത്താനം പറയാതിനകത്ത് കൂടിക്കൊള്ളണം കേട്ടോ. എൻ്റെ കാവ്യ. കാവ്യ എൻ്റെ ദേവി. ഹലോ വാവേ, ഇപ്പൊ പറഞ്ഞോളൂ നിന്റെ കാര്യം. ജിതിനും മിന്നും ഉണ്ട് ഇവിടെ. ഇങ്ങതാ. അതെ, ഇത്തവണത്തെ ഓണം നമുക്ക് പൊളിക്കണം. വീഡിയോ കോളിലാണെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണം. അതെ, നിന്റെ ഈ പിന്തിരിപ്പം കെട്ടിയാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റാ? എന്തായാലും നീയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചാന്. എന്നാലും എന്റെ കാവ്യ. ജിതിനെ എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? പിന്നെയും ബിൽഡപ്പ് ചോദിച്ചു വിലക്കി. ഈ കുട്ടേട്ടനെ ഇന്ന് എന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാതിരുന്നാണോ? ഉറപ്പല്ലേ? ഒട്ടും ഇഷ്ടമായി കാണില്ല. ആണോ? പാവം, ഞാൻ ആ ദേഷ്യത്തില്. എടി, പുള്ളി അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ വെറുതെ പറഞ്ഞല്ലേ, കുട്ടേട്ടൻ കൂളാണ്. എന്തോരം മണ്ടന്മാർക്ക് പെണ്ണ് കിട്ടുന്നു, പക്ഷെ പുള്ളിക്ക് മാത്രം എന്താ പെണ്ണ് സെറ്റ് ആവാത്തെ? അല്ലേ? ആളിപ്പോ ഒരു സ്ത്രീ വിരോധിയായിട്ട് മാറുന്നുണ്ടോന്നൊരു സംശയം. ഈ അടുത്ത് എന്നോട് പറയാ ഐശ്വര്യ റായിനെ കിട്ടിയാൽ പോലും വേണ്ടാന്ന്. സെക്കൻഡ് മാരേജിന് താല്പര്യം ഉണ്ടായിരിക്കില്ലായിരിക്കും അല്ലേ? ഞാനൊരു ഉപമ പറഞ്ഞല്ലേ, പിന്നെ ഐശ്വര്യ റായൊക്കെ വരാൻ പോവല്ലേ. അതെ, നിനക്കും ശൈലേഷിനും പുള്ളിക്ക് എന്തെങ്കിലും നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്തൂടെ? ആരോട് പറയാൻ? പുള്ളിക്ക് ഇൻസ്റ്റ ഒന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? വാട്സാപ്പാണ് പുള്ളിയുടെ ഒരു പടക്കളം. പുള്ളി അതിൽ സിംഗിൾ ലൈഫ് തഗ് ലൈഫ് എന്നൊക്കെ സ്റ്റാറ്റസ് ഇടാറ്. അങ്ങനെയുള്ള ആളോട് ഞാൻ എന്ത് പറയാൻ? ബെസ്റ്റ്. എന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം. അതെ, നമുക്ക് ഈ പൂക്കിനെ മാറ്റിയിട്ട് പുള്ളിക്ക് വല്ല 90s 80s ഒപ്പിച്ചെടുത്താലോ? എന്തെങ്കിലും മതി. ഒരു പെണ്ണായ പുള്ളിക്ക് ഇപ്പോൾ ഓക്കെയാണ്. അതാണ് പുള്ളിയുടെ ലെവല്. ആരിലേക്ക് കിട്ടും? നമുക്കൊന്ന് ആഞ്ഞ് ശ്രമിക്കാം. നോക്കാം. ഹലോ,
ഇന്ന് വരും നാളെ വരുന്നു പറഞ്ഞിട്ട് ഗിഫ്റ്റ് എവിടെയുണ്ട് കാവ്യേ? ഇന്ന് വരുന്നു പറഞ്ഞിട്ട് ഇന്ന് തന്നെ വന്നാ പിന്നെ സർപ്രൈസ് ഉണ്ട്. പൊട്ടാ വരും. ആ എന്നാലും എന്തായിരിക്കും ഗിഫ്റ്റ്? മാവേലി. മാവേലിയാ? ഇതാരിത്? സാക്ഷാൽ മഹാബലിയോ? എങ്ങനെയുണ്ട്? ഗുമ്മല്ലേ? കല്യാണിച്ച് നിങ്ങളെങ്ങനെ സർപ്രൈസ് ആയില്ലേ? യു കാവ്യ? എന്നെ വലിച്ചെറിഞ്ഞിട്ട് നീ എങ്ങോട്ടാ പോയത്? ആ നീ തന്ന ഗിഫ്റ്റ് കൈ പറ്റാൻ പോയതാ. കാവ്യേ, ചേച്ചി പിന്നെ എവിടെ? ഇതാണോ ആള്? പിന്നു എന്റെ ചേച്ചിയാ. ഞാൻ ഇല്ലാത്തപ്പോ ശൈലേഷിനെ നോക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറക്കിയതാ. ആണോ? നന്നായി. പാവ ശൈലേഷ് ഒറ്റപ്പെടലിന്റെ വേദനയെ കുടിച്ചർമാദിക്കുമായിരുന്നു. അല്ല, കടിച്ചമർത്തി ജീവിക്കുമായിരുന്നു പാവം. ചേച്ചിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്തു. ഞാനേ നമ്മുടെ അസോസിയേഷൻകാരെ കണ്ടിട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ കുട്ടി വണ്ടിക്ക് കൈ കാണിച്ചത്. ചോദിച്ചു വന്നപ്പോൾ നമ്മുടെ കാവ്യയുടെ ചേച്ചി. ഞാൻ കയ്യോടെ പൊക്കി. ഒരു അരമണിക്കൂറോളം ഞാൻ ആ ബസ് സ്റ്റാൻഡിൽ നിന്നേ. വെറുതെ ഒരു ഓട്ടോ പോലും വന്നില്ല. കുട്ടേട്ടൻ വന്നില്ലായിരുന്നു ഞാൻ പെട്ടുപോയേനെ. ഞാനും പെട്ടു. അല്ല കുട്ടേട്ടാ, മറ്റന്നാളല്ല അസോസിയേഷന്റെ പരിപാടി? അതെ, ഇന്നലെ രാത്രി അവന്മാരനെ വിളിച്ചു. അവന്മാർക്ക് എന്നെ മാവേലിയായിട്ട് വേണ്ടാന്ന്. ഇല്ല, മറ്റേ ആ 6 പാക്കനല്ലേ, അവനെ മാവേലിയായിട്ട് തീരുമാനിച്ചു. ഈട്ടാ, ഈ മാവേലിക്ക് എവിടെയാടാ 6 പാക്ക്? എന്നിട്ട് ഞാൻ വിടുവോ? ഞാൻ രാവിലെ തന്നെ മാവേലിയുടെ കോസ്റ്റ്യൂം എടുത്ത് അവന്മാരെ ഞെട്ടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നു. നല്ല 4 വർത്താനം കൂടെ പറഞ്ഞു. ആ, എന്നോടാ കളി. ഓണം നമുക്ക് ഇവിടെ ആഘോഷിക്കണം കുട്ടേട്ടാ. ആ, അത് പൊളിക്കും. നമ്മൾ പൊളിക്കും. എന്നാലും എന്റെ കല്യാണ ചേച്ചി, എന്റെ ലൈഫിൽ ഇത്രേ വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു കണ്ണ് എപ്പോഴും നിന്റെ മേൽ വേണമെന്ന് അവള് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ ബാച്ചലർ ലൈഫ് ഇങ്ങനെ ആസ്വദിച്ച് വരായിരുന്നു. എന്ത്? അല്ല, ഒന്നില്ല. അല്ല കല്യാണ ചേച്ചി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ജീവിതകാലം മൊത്തം ഇങ്ങനെ കല്യാണം കഴിക്കാണ്ടിരിക്കാനുള്ള പ്ലാനാണോ? ദേ, ഞാൻ ഇപ്പൊ ഇവിടുന്ന് പെട്ടിയെടുത്തിറങ്ങും. അല്ല, അങ്ങനല്ല. കാവ്യനോട് പറയാറുണ്ടേ പണ്ടെങ്ങാണ്ട് ആരോ തേച്ചിട്ട് പോയിന്ന്. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ എത്രയോ പേര് അല്ല, എന്നെ എത്രയോ പേര് തേച്ചിട്ട് പോയിക്കോളൂ. എടാ, ലേശം ബുദ്ധിയുള്ള പെമ്പിള്ളാരെ കല്യാണം കഴിക്കില്ല. എൻ്റെ കാര്യം നോക്കാൻ ഞാൻ മതി. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, ദൈവം സഹായിച്ച ആരോഗ്യമുണ്ട്. പിന്നിപ്പോൾ എന്താ, നാളെ ഇനി ഷാറൂഖ് ഖാൻ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട പൊന്നേ. ബട്ട് വൈ? നീ പോയേ. ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹായ് ഡിയർ. ചേച്ചി എവിടെ? എവിടെയുണ്ട്? ആടി. ചേച്ചി സെറ്റായല്ലേ? ഓ പിന്നെ അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ചെയ്തോളാൻ, നാളത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടാന്ന്. ഓ, അച്ഛൻ എങ്ങനെയുണ്ട്? ആ, അച്ഛൻ ഓക്കെയാ. കണ്ണു തുറന്ന വഴി അച്ഛൻ പറയാനേ കല്യാണിയുടെ കല്യാണം കാണാൻ വേണ്ടിട്ട് ദൈവം ആയുസ് കൂട്ടി തന്നോടെന്ന്. ദീർഘായുഷ്മാൻ ഭവ. ഞാനേ ഇപ്പൊ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കട്ടെ. അതെ, കല്യാണം പിന്നെ കഴിക്കാം. പിന്നെ ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്റെ ഭർത്താവിനെ കുപ്പി പൊട്ടിക്കണം, കള്ളു കുടിക്കണം എന്നൊക്കെ തോന്നും. എന്തെങ്കിലും ഇടായിക്കോട്ടോ, അപ്പൊ തന്നെ കൂമ്പിട്ടടിച്ചാണ്. ഇവിടെ കുപ്പിയൊന്നുമില്ല. ചെറിയൊരെണ്ണം. കല്യാണ ചേച്ചി നേരത്തെ വരണ്ടായിരുന്നു. എല്ലാത്തിനും അതിൻ്റെതായ സമയമില്ലേ ദാസ? അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് കല്യാണിയുടെ മുമ്പിലൂടെ ബൈക്കിൽ ഞാൻ വരാനും. വെറുതെ ഇരുന്ന് എന്നെ കല്യാണക്കാര്യം പറഞ്ഞ മൂഡ് ഓഫ് ആക്കിയത് അവള് തന്നെയാ. ഇവർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഒരാളുടെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ഗോള് കല്യാണമാണ്. നമ്മളൊക്കെ വേറെ വൈബ്. പിന്നല്ലാതെ. എന്നാ നിങ്ങൾ പറ, എന്താണ് നിങ്ങളുടെ ഗോൾ? ഇത്തവണത്തെ ഓണാഘോഷം വെറൈറ്റി ആക്കണം, അതാണ് നമ്മുടെ ഗോൾ. അതെ, നമ്മുടെ അസോസിയേഷൻകാരൻ ഞെട്ടണം. കുട്ടേട്ടൻ അപമാനിച്ച അസോസിയേഷൻകാരൻ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. അതെ, നല്ല ഫ്രഷ് ഐഡിയ പറ.
വെറൈറ്റി ആയിട്ട് നാളത്തെ കുക്കിംഗ് ഫുള്ള് നമുക്ക് ആമ്പിള്ളേർക്ക് ചെയ്താലോ? കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ചായ പോലും ഇടാൻ അറിയാത്ത നീയാണോ? നടക്കുന്ന വല്ല കാര്യം പറ ജിതിനെ. എങ്കിൽ നീ തന്നെ പറ. എന്നാലേ നമുക്ക് നല്ല വെറൈറ്റി ആയിട്ട് നാളെ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്താലോ? അത് പൊളിക്കും. അടിപൊളി, ഫുൾ സപ്പോർട്ട്. പക്ഷേ ഈ വീട്ടിലുണ്ടാക്കുന്നതിന്റെ ഒരു ഐശ്വര്യം കിട്ടൂല. നീ നിന്റെ വീട്ടിൽ സ്വന്തമായിട്ട് വാറ്റിയിട്ടാണോ കുടിക്കുന്നത്? അല്ല, കുപ്പി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടല്ലേ അടിക്കണത്? അതെ. അങ്ങനെയാണെങ്കിൽ ഫുഡും പുറത്തുനിന്ന് മതി. അത് കുറച്ച് പ്രോഗ്രസീവായി പോയി. എനിക്കൊരു ചെറുത് തന്നാ ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞുതരാം. അത്രയ്ക്ക് നല്ല ഐഡിയ ഒന്നും വേണ്ട. എല്ലാരും നാളെ രാവിലെ വരുമ്പോ ആലോചിച്ചിട്ട് വന്നാ മതി. ഇപ്പൊ തൽക്കാലം പോയി കിടക്കാം. അപ്പൊ ശരി. അപ്പൊ എല്ലാരും നാളെ പാക്കല. ഞാൻ ഒരെണ്ണം കൂടി അടിക്കട്ടെ. ഞാനും. അപ്പൊ ശരി, നാളെ പോയിട്ട് വരാം. പോവാം. എനിക്ക് ശരി. Yeah, this is a moment of colors for all to be together. Hindu matiyoru nilavirala eഴുതും കിനാവിതോണം. സൂര്യമുഖമൊരു പ്രഭാസുമമാ വിരിയും പ്രഭാതമോണം. മാനുഷന്മാരൊന്നായി മാറും പെരുമയാണേ ഓണം. മാബലിക്കായി നമ്മൾ കാക്കും പൊലിമയാണേ ഓണം. ആളാകെ മാറിപ്പോയല്ലോ. അപ്പൊ കുട്ടേട്ടനോ? അല്ല, അവര് റെഡിയായില്ലേ? എല്ലാവരും റെഡിയാവുന്നു. അല്ല, ഞാൻ ഇന്നലെ ഓവറായില്ലല്ലോ അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ് ഈ പെൺകുട്ടികളുടെ കൂടെ ഒക്കെ അടിക്കണത്. ഞാൻ കഴിക്കുന്നതേ ഫസ്റ്റ് ടൈമാ. ആദ്യമായിട്ടാണോ? ചേടാ, ഇതറിഞ്ഞെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക മിക്സ് ഉണ്ടായിരുന്നു. നാരങ്ങ മുറിച്ചിട്ട് സോഡ ഒഴിച്ചിട്ട് ഉപ്പിട്ട. ആള് വിചാരിച്ച പോലെ അല്ലല്ലോ. അങ്ങനെയല്ല, ഞങ്ങള് മാവേലിമാര് വർഷത്തിലൊരിക്കലല്ലേ ഭൂമിയിലേക്ക് വരുന്നത്. എന്തെങ്കിലും എന്റർടൈൻമെന്റ്സ് വേണ്ടേ? അതെ. ഞാൻ റെഡി. ഞങ്ങളും റെഡി. അപ്പൊ തുടങ്ങുമല്ലേ? മതി മതി മതി. കൂട്ടട്ടോ, അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ഇതൊന്ന് ഇപ്പോഴാണൊന്ന് കളറായത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ അവസാനത്തെ വെറൈറ്റി ആണ് സെലിബ്രേഷൻ. സുന്ദരിക്ക് പൊട്ടുതിടൽ. വെറൈറ്റി. അല്ല, അപ്പോ ചിത്രം വേണ്ടേ? സുന്ദരനെ ഞാൻ ആദ്യം വരയ്ക്കാം. എന്നിട്ട് വേണം അത് രാക്ഷസി ആവാനായിട്ട്. അതെ, ഇവിടെ ഒരു സുന്ദരി ഉള്ളപ്പോ പിന്നെ വേറെ ചിത്രം വേണോ? മതി മതി, ചേച്ചി മതി, ചേച്ചി മതി. മതി മതി. ഞാനോ? ചേച്ചി അവിടെ നിൽക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം തൊടാം. അപ്പൊ ഒന്നുകൂടി രാക്ഷസാവില്ലേ? ബാ. പൊന്നോണം പൂപ്പാടണ ചിങ്ങം പുലരും നീ അടുത്ത നീ. പുതുകോടിയുമായി തുമ്പപ്പൂ കളിയാടണ ചന്തം മാവേലി വരവേ. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്റെ സ്റ്റേറ്റ് വിന്നറിലായിരുന്നു. നാടാകെ കൊടികേറും നാളിൽ വീടിന്റെ മുറ്റങ്ങൾ പൂപ്പേയും കാലം. എങ്ങനെയുണ്ടാ? ഞാനിത് എത്ര ചെയ്തേക്കണതാ.
ഹലോ ഗൈസ്, അപ്പോൾ ഇത്തവണത്തെ ഓണ സെലിബ്രേഷൻ ഞങ്ങൾ അടിച്ച് പൊളിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ലൈവാണ്, ബാ. അപ്പൊ ഗൈസ്, ഞങ്ങളുടെ ഇത്തവണത്തെ വെറൈറ്റി ഓണ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ഭയങ്കര വെറൈറ്റി ആയിരുന്നു. മലയാളികൾ അറിയുന്നവരെ കണ്ടിട്ടേ ഇല്ല. ഗൈസ്, നമ്മൾ എങ്ങനെ ആഘോഷിക്കുന്നു എന്നതിലുള്ളതല്ല, ആരുടെ കൂടെ ആഘോഷിക്കുന്നു എന്നതാണ് ഓണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെയുള്ള ഒത്തുചേരലാണ് ഓണം. ലോകത്തിന്റെ കോണിലുള്ള എല്ലാ മലയാളികളെയും ഒരുമിപ്പിച്ച് ചേർക്കുന്ന വികാരം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഓണം അടിച്ചു പൊളിക്കൂ. ഒപ്പം ഞങ്ങളുണ്ട്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചെറുതടിക്കാം.